ആനന്ദഭാരം. ജിസ ജോസ്. എല്ലാ ജോലികളും തീർത്ത് കുളിയും കഴിഞ്ഞിട്ടാണ് രത്നമേഖല പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയത്. ഇന്ന് ചിട്ടിക്ക് പണമടയ്ക്കേണ്ട ദിവസമാണ്. പൈസ വിപിനൻ കയ്യിൽ തന്നിട്ട് 2 ദിവസമായി. പക്ഷേ ഇതുവരെ പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് നറുക്കെടുപ്പിൻ്റെ ദിവസവുമാണ്. പോയില്ലെങ്കിൽ വീതപലിശ നഷ്ടമാവും. അല്ലെങ്കിൽ തന്നെ ജീവിത നഷ്ടങ്ങളുടെ കൂടാണ്. കൂടുതൽ നഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമല്ലോ. ഒരു വീട് വയ്ക്കാനാണ് വിപിനൻ ഇങ്ങനെ അരിഷ്ടിച്ച് മിച്ചം പിടിച്ച് ചിട്ടികൾക്ക് ചേരുന്നത്. അരിഷ്ടിച്ച് എന്നത് രത്നമേഖലയുടെ തോന്നലാവാനും മതി. കയ്യിൽ പണമുള്ളതായി ഒരിക്കലും ഭാവിക്കാത്തയാളാണ് വിപിനൻ. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ വെള്ളം വിറ്റുന്ന തലമുടി എന്ത് ചെയ്യണമെന്ന് അവളൊരു നിമിഷം സംശയിച്ചു. നനഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയുമില്ല മുടി കാണാൻ. പണ്ടൊക്കെ ഷാമ്പു ചെയ്ത മുടി അമർത്തി ചീകി അഴിച്ചിടുമായിരുന്നു. അല്ലെങ്കിൽ എണ്ണ പുരട്ടി മിനുക്കി മെടഞ്ഞിടുമായിരുന്നു. സർവോപരി അക്കാലത്ത് സമയവും ഉണ്ടായിരുന്നു. തലമുടിയിൽ എന്തഭ്യാസവും കാട്ടാനുള്ള അത്രയും സമയം. രത്നമേഖല സ്വയം പിറുപിറുത്തുകൊണ്ട് മുടി കുളിപ്പിഞ്ഞലും കുലുക്കിയിട്ടു. കുറേ നീളമുണ്ട്. അതുമാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. കട്ടിയെല്ലാം പോയി. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വേവലാതിപ്പെടാനുള്ള സാവകാശമില്ലാത്തതുകൊണ്ട് കണക്കിലെടുക്കാറില്ലെന്ന് മാത്രം. തിരക്കുള്ള ജീവിതം ഇത്തരം കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളെക്കുറിച്ച് വേദനിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നു. വലിയ മുറിവുകളുള്ളപ്പോൾ കൈവിരലിൽ കരിക്കത്തി തട്ടിയ കുഞ്ഞു പോറൽ ആരറിയാൻ. രത്നമേഖല അലമാരിയിൽ നിന്ന് ഓഫ് വൈറ്റിൽ വലിയ നീലപ്പൂക്കളുള്ള ഓർഗൻസ സാരി നീല ബ്ലൗസ് എടുത്തു. ഏറെ കാലമായി ഇതെടുത്തിട്ട്. കഴിഞ്ഞ മാസം എപ്പോഴോ അപ്പുറത്തെ വേലിയിൽ നീല ശംഖുപുഷ്പം വിടർന്നത് കണ്ടപ്പോഴാണ് അവൾ ഈ സാരിയെപ്പറ്റി പെട്ടെന്ന് ഓർത്തത്. ഇങ്ങനൊരു പൂവിൻ്റെ നിറവും ഡിസൈനുമുള്ള വസ്ത്രം തനിക്കുമുണ്ടായിരുന്നല്ലോ എന്ന്. ഇപ്പോഴും അതുണ്ടോ എന്ന സംശയവുമായി ഓടിപ്പോയി അലമാര തുറന്ന് പരിശോധിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അന്നേരം അവൾ മീൻ മുറിക്കുകയായിരുന്നു. പിന്നെ പിറ്റേന്നപ്പോഴോ വീണ്ടും അതേ ശംഖുപുഷ്പം കണ്ണിൽ പെട്ടപ്പോഴാണ് അവൾ അലമാരിക്കുള്ളിൽ പരതി ആ സാരി കണ്ടുപിടിച്ചത്. എത്രയോ നാളുകൾ കഴിഞ്ഞ് ഇപ്പോഴാണ് അത് ഉടുക്കാൻ അവസരം കിട്ടിയതും. സാരി ചുറ്റി കണ്ണെഴുതി പൗഡറുമിട്ട് കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി അവൾ നിരാശയോടെ ഒരുക്കം അവസാനിപ്പിച്ചു. ഒന്നും ശരിയായിട്ടില്ല. പഴഞ്ചമട്ടിലുള്ള ഹെയർ സ്റ്റൈൽ. ഒതുക്കി ഉടുത്തിട്ടും കൈപ്പത്തി കൊണ്ട് അമർത്തി ഒതുക്കിയിട്ടും ധിക്കാരത്തോടെ വിടർന്നു നിൽക്കുന്ന ഓർഗൻ സാരി. അയഞ്ഞ ബ്ലൗസ്. തയ്പ്പിച്ച കാലത്ത് അത് പാകമായിരുന്നു. കണ്ണാടിയിൽ തന്നെ നോക്കുന്നത് ഏതോ അപരിചിതയാണെന്ന് രത്നമേഖലയ്ക്ക് തോന്നി. ഇത് ഞാനല്ല. ഞാൻ ഇങ്ങനെയേ ആയിരുന്നില്ല. മംഗലാപുരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഞായറാഴ്ച ഔട്ടിങ്ങുകൾക്ക് ഒരുങ്ങിയിറങ്ങുമ്പോൾ സ്റ്റൈലിഷ് എന്ന് ഓരോ ഇഞ്ചിലും ആളുകളെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്ന എൻ്റെ ഉടലും മുഖവും വസ്ത്രങ്ങളുമല്ല ഇത്. വേറൊരുവൾ. തികച്ചും അപരിചിതയായ ഏതോ ഒരുവൾ. അറിയാത്തവളെക്കുറിച്ച് അധികം വേവലാതിപ്പെടേണ്ടതില്ല എന്ന യുക്തിയിൽ നിരാശ മറച്ചുവെച്ച് അവളെ കണ്ണാടിയിൽ തന്നെ ഉപേക്ഷിച്ച് രത്നമേഖല ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. ഇനിയാണ് ശരിക്കുമുള്ള പ്രതിസന്ധി. അവൾക്ക് ആ ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ അടച്ചുപൂട്ടി പോകാൻ സാധിക്കുകയില്ല. അകത്ത് വിപിനൻ്റെ അമ്മയുണ്ട്, കിടപ്പുരോഗി. അവൾ വിപിനെ കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ് അടുക്കളയിലിരുന്ന് പൂട്ടിന് തേങ്ങ ചിരുകയായിരുന്ന അമ്മ പെട്ടെന്ന് ചിരവയ്ക്ക് മുന്നിലേക്ക് കുഴഞ്ഞു വീണത്. ചിരവനാക്ക് തട്ടി അവരുടെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകി. അടുക്കളയിൽ കല്യാണത്തിന് വന്ന ബന്ധുക്കളുണ്ടായിരുന്നു. നവവധു അന്നേരം ആദ്യ രാത്രിയിൽ നിന്ന് ഉണർന്ന് അടുക്കളയിൽ എത്തിയിരുന്നില്ല. ഒച്ചയും ബഹളവും കേട്ട് വിപിനെ പിറകെ ലജ്ജിച്ചും ശങ്കിച്ചും എത്തിയ രത്നമേഖല ഇന്നലെ മുതൽ തൻ്റെ അമ്മയായ സ്ത്രീയുടെ കിടപ്പ് കണ്ട് അന്താളിച്ചു നിന്നുപോയി. ബന്ധുസ്ത്രീകൾ അവളെ അവജ്ഞയോടെ നോക്കി വാക്കുകളില്ലാതെ പറഞ്ഞു. രാവിലെ എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി തേങ്ങ ചിരവേണ്ട നീ അത് ചെയ്യാത്തത് കൊണ്ടാണ് പാവ അമ്മ ചിരവപ്പുറത്തിരുന്നതും ഇതൊക്കെ സംഭവിച്ചതും. അവർക്കാണെങ്കിൽ നടുവേദന, മുട്ടുവേദന, എല്ലാറ്റിനും പുറമെ ശരിക്കും ചേരാത്ത കുടുംബത്തിൽ നിന്ന് മകന് കല്യാണം നടന്നുകൊണ്ടുണ്ടായ മാനസിക സംഘർഷം എല്ലാം കൂടിയായപ്പോൾ വെറും 52 വയസ്സ് മാത്രമുള്ള ഈ പാവ സ്ത്രീ വീണുപോയി. തികച്ചും അപരിചിതമായ ആ വീട്ടിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ രത്നമേഖല എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു. വിപിനൻ അമ്മയുടെ നെറ്റിയിലെ മുറിവ് കെട്ടുകയും അതിനൊക്കെ അയാൾ ആവശ്യത്തിലധികം ബഹളം വെച്ചിരുന്നു. പിന്നെ മുഖത്ത് വെള്ളം തളിച്ച് കുലുക്കി ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്തു. കൂടി നിന്ന സ്ത്രീകൾ ചേച്ചി, ചെറിയമ്മേ, വിനോദിനി എന്നെല്ലാം പലതരം സംജ്ഞകൾ കൊണ്ട് അവരെ വിളിച്ചുകൊണ്ടിരുന്നു. തൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്നു വിനോദിനി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ നിലത്തിരുന്ന് അത് ചെയ്യാൻ തുടങ്ങിയ പഴുതിലാണ് രത്നമേഖല അവൾ അമ്മയെന്ന് വിളിക്കേണ്ട, ഇതുവരെ അവൾക്കൊരടുപ്പവും തോന്നാത്ത ആ സ്ത്രീയുടെ മുഖം കണ്ടത്. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു, അവർക്ക് ബോധക്ഷയം സംഭവിച്ചതല്ല. വെള്ളം തളിച്ചോ പേര് വിളിച്ചോ അവരെ ഉണർത്താൻ കഴിയുകയുമില്ല. രത്നമേഖല അമ്മയെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് ഉറക്കെ പറഞ്ഞത്. പക്ഷേ ആ കൂടി നിന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ വന്ന് കയറിയവൾക്ക് അത്ര ആധികാരികതയോടെ ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിക്കാനുള്ള അവകാശമൊന്നുമില്ല.
പബ്ലിക് ഹെൽത്ത് നേഴ്സിംഗ് എന്ന മറ്റോ എന്തോ അങ്ങനൊന്ന് അവരാരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പഠിച്ചവളായാൽ കൂടി അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കകം അവർക്ക് ആ സ്ത്രീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. രാത്രിയിലെ ബലമായ പാതി മാത്രം വിജയിച്ച വേഴ്ചയ്ക്ക് ശേഷം കുളിക്കുക പോലും ചെയ്യാതെയാണ് വിപിനൻ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയതെന്ന് ഓർത്തപ്പോൾ രത്നമേഖലയ്ക്ക് അറപ്പ് തോന്നി. ആരൊക്കെയോ അവരുടെ കൂടെ പോയി. ആരോ തേങ്ങ ചിരവിൽ തുടർന്നു. കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം അവൾ കുളിമുറിയിൽ പോയി വിസ്തരിച്ചു കുളിച്ചു. നീറ്റലുകൾക്കും മുറിവുകൾക്കും മേലെ വെള്ളം സാന്ത്വനമായി. അന്ന് ആ സ്ത്രീ മരിച്ചാൽ പോലും രത്നമേഖലയ്ക്ക് ഒന്നും തോന്നില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ശവത്തിനടുത്ത് കണ്ണു നനയാതെ താനിരിക്കുന്നതും ആളുകൾ, പ്രത്യേകിച്ച് വിപിനൻ തന്നെ തുറച്ചു നോക്കുന്നതും അവളെ ഭയപ്പെടുത്തി. കരയേണ്ടി വരും, അവൾ സ്വയം മന്ത്രിച്ചു. കരച്ചിൽ വരാതെയും കരയേണ്ടി വരും. അത് ശീലിക്കണം. കല്യാണം എന്നതിൻ്റെ ആനന്ദകരവും ഉത്സവ പ്രതീതിയുള്ളതുമായ കാര്യങ്ങളൊക്കെ ഇന്നലെ അവൾ ഈ വീടിനകത്തേക്ക് വലതുകാൽ വെച്ച് കയറിയതോടെ അവസാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ പൂർണ്ണമായ കൊടിയിറക്കമാണ് രാവിലെ അടുക്കളയിൽ നടന്ന ആകസ്മികമായ സംഭവം. കുളി കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ ചെന്ന അവൾക്ക് സുഭിക്ഷമായി തേങ്ങ വിതറിയ പുട്ടും ചായയും കിട്ടി. കല്യാണത്തിന് വാങ്ങി തൂക്കിയതിൽ ബാക്കി വന്ന നിറവും രുചിയും മാറി തുടങ്ങിയ പഴവും. വിനോദിനെയും വിപിനെയും വന്നില്ലല്ലോ എന്ന് ആരോ ആശങ്കപ്പെട്ടു. അപ്പോൾ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് വരുന്ന വഴി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണത്രേ. ഇനിയൊന്ന് നോക്കണ്ട എന്ന് വേറാരോ ഉറക്കെ പറഞ്ഞു. ഇവർക്കൊന്നും കാര്യത്തിൻ്റെ ഗൗരവം അറിയുന്നില്ല എന്ന് രത്നമേഖല അത്ഭുതപ്പെട്ടു. ആ സ്ത്രീക്ക് ഒട്ടും ലഘുവല്ലാത്ത സ്ട്രോക്കാണ് ഉണ്ടായിരിക്കുന്നത്. അവർ മരിച്ചുപോയെന്ന് പോലും വരാം. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ തിരിച്ചെത്തുവാൻ 1 മാസം എടുത്തു. ആ വീട് വിപിനിൻ്റെ തറവാടായിരുന്നു. അവർക്കവിടെ അവകാശങ്ങളൊന്നുമില്ല. കല്യാണം തറവാട്ടിൽ നടത്താൻ ബന്ധുക്കൾ അനുവദിച്ചുകൊണ്ട് മാത്രം അതിനായി അവിടേക്ക് വന്നതാണ്. വിപിനിന് ജോലിസ്ഥലത്ത് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതാണ് അവരുടെ ശരിയായ ഭർതൃഗൃഹം. വിപിനും അമ്മയും ആശുപത്രിയിൽ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ രത്നമേഖല അവളുടെ ഭർത്താവിൻ്റേതല്ലാത്ത, അതുകൊണ്ട് തന്നെ ഒട്ടും അവളുടേതുമല്ലാത്ത ആ വീട്ടിൽ അഭയാർത്ഥിയായി. ഒരാഴ്ചക്കകം വിരുന്നുകളുടെയും മധുവിധുടെയും എല്ലാം മധുരം കിനിയേണ്ടിയിരുന്ന ആ ദിവസങ്ങളിൽ രത്നമേഖല ആശുപത്രിയിലെ ICUവിന് മുന്നിലെത്തുകയും ചെയ്തു. അവിടെയിട്ട കസേരകളിൽ കുത്തനെ ഇരുന്നും ഇടനാഴിയിലൂടെ നടന്നും വാർഡിൽ കിട്ടിയ കട്ടിലിൽ ഊഴമിട്ട് കിടന്നും കാൻറ്റീനിലെ സ്വാദില്ലാത്ത ഭക്ഷണം കഴിച്ചും അവളുടെ ജീവിതത്തിലെ സുപ്രധാനമായ 24 ദിവസങ്ങൾ ഇഴഞ്ഞുപോയി. സന്ദർശകരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വന്നപ്പോഴാണ് രോഗവും കല്യാണം പോലെയാണെന്ന് രത്നമേഖല തിരിച്ചറിഞ്ഞത്. ആൾക്കൂട്ടവും ആഘോഷങ്ങളുമൊക്കെ കുറച്ച് ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രം. പിന്നെ തണുത്ത നിശബ്ദത. ആദ്യമൊക്കെ അമ്മയെ അന്വേഷിച്ച് ധാരാളം പേർ വന്നു. കരച്ചിലും പറച്ചിലും ബഹളവും. പിന്നെ അവളും വിപിനും മാത്രമായി. ICUവിന് മുന്നിലെ കസേരകളിൽ അകന്നിരുന്ന് തങ്ങൾ സ്നേഹിക്കാനല്ല വെറുക്കാനാണ് പഠിച്ചതെന്ന് രത്നമേഖലയ്ക്ക് തോന്നാറുണ്ട്. അവർക്ക് പരസ്പരം ഏതാണ്ട് 1 മാസത്തെ പരിചയമേയുള്ളൂ. അയാൾ പെണ്ണ് കാണാൻ വന്നു. ആദ്യം കണ്ട പെണ്ണിനെ തന്നെ കെട്ടുമെന്ന അനാവശ്യമായ വാശി സൂക്ഷിച്ചിരുന്നുകൊണ്ട് അവളെ മതിയെന്ന് അയാൾ ഉറപ്പിച്ചു. രത്നമേഖലയോട് ആരുമൊന്നും ചോദിച്ചില്ല. കേന്ദ്ര ഗവൺമെൻറ് ജോലിയും നല്ല തറവാടും. പിന്നെ അവളോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് വീട്ടുകാർ വിചാരിച്ചു കാണും. റെയിൽവേക്കാരനല്ലേ, നിനക്ക് ഫ്രീ ആയി ട്രെയിനിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ എന്ന് ചിറ്റ പറഞ്ഞപ്പോൾ അവൾക്കിത്തിരി സന്തോഷമൊക്കെ തോന്നാതെയും ഇരുന്നില്ല. എന്തായാലും അതിൻ്റെ 25-ാം ദിവസം അവർ വിവാഹിതരായി. അതിനിടയിൽ പരസ്പരം സംസാരിച്ചത് എത്ര കുറച്ച് മാത്രമാണ്. ഇടയ്ക്ക് വിപിനിൻ്റെ അമ്മ വന്ന് ചില അസുഖകരമായ സംഭാഷണങ്ങൾ ഉണ്ടാവുകയും ഈ ആലോചന മുടങ്ങിപ്പോയേക്കുമെന്ന സന്ദേഹമുണ്ടാവുകയും ചെയ്തു. അവളുടെ വീട്ടിലെ സാമ്പത്തിക ശേഷി, അവൾ പഠിച്ച നേഴ്സിംഗ് കോഴ്സ്, ഇതൊന്നും ഇഷ്ടമാവാത്തതുകൊണ്ട് കാണാൻ തരക്കേടില്ലാത്ത അവളെയും അവർക്ക് ഇഷ്ടമായില്ല. രത്നമേഖല ദീർഘനിശ്വാസത്തോടെ അതെല്ലാം ഓർത്തുകൊണ്ട് കുറച്ചുനേരം വാതിൽക്ക് തന്നെ നിന്നുപോയി. അവൾക്ക് ഓട്ടോയിൽ പോയാൽ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. കാര്യമായ തിരക്കില്ലെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് അവളുടെ ഇടപാടുകൾ തീരും. പരമാവധി 1 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ആവശ്യമില്ല. അത്രയും നേരം അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരെ കിട്ടാനാണ്? തൊട്ടു ചേർന്ന ക്വാർട്ടേഴ്സിലെ പരിമളം മുറ്റത്തെ ഇരുമ്പ് കട്ടിലിൽ വിരിച്ചിട്ട തുണിയിൽ കൊണ്ടാട്ടം ഉണക്കുന്നുണ്ട്. വെയിൽ കൊണ്ട് അവളുടെ മുഖം കരുവാളിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഈ വെയിലൊന്നും കളയാതെ അവൾ എന്തെങ്കിലും ഉണക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവളിങ്ങനെ കാവലിരുന്നില്ലെങ്കിലും ഉണങ്ങി കിട്ടുന്നവയാണ് അവയൊക്കെ. കാക്ക കൊത്താതിരിക്കാൻ പഴയ കൊതുകുവലയിട്ട് മൂടിയാലും മതി. പക്ഷേ പരിമളം നോക്കിയിരുന്ന് അതിനെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ ഉണക്കിയെടുക്കുന്നു. കൂട്ടത്തിൽ അവളും ഉണങ്ങുന്നു. തിളച്ച എണ്ണയിലേക്ക് ഇപ്പോൾ അവളെ എടുത്തിട്ടാൽ നല്ല മൊരിഞ്ഞ കൊണ്ടാട്ടമായി വറുത്തു പോരാ. പരിമളം കൊണ്ടാട്ടം. ആ തമാശയിൽ രത്നമേഖല അറിയാതെ ഊറി ചിരിച്ചുപോയി. പരിമളത്തോട് പക്ഷേ രത്നമേഖല ഒന്നും പറഞ്ഞില്ല. തൊട്ടടുത്താണെങ്കിലും അവർ തമ്മിൽ ഇപ്പോൾ മിണ്ടാറേയില്ല. 2 വീടിൻ്റെയും മുറ്റത്തെ വേർതിരിക്കുന്ന അതിരിൽ നിൽക്കുന്ന ചെമ്പരത്തിക്കാട് പരിമളത്തിൻ്റെ ഭർത്താവ് വെട്ടിത്തെളിച്ചത് വിപിന് ഇഷ്ടമായില്ല.
തൻ്റെ പകുതിയിലുള്ള ചെടി വെട്ടണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണെന്ന് അയാൾ കയർത്തു. വല്ലാതെ കാട് പിടിച്ചതുകൊണ്ടാണ് മുറിച്ചതെന്നും പാമ്പോ പഴുതാരിയോ പതുങ്ങിയിരിക്കാനിടയുണ്ടെന്നും ഒക്കെയുള്ള എതിർപക്ഷത്തിൻ്റെ ന്യായങ്ങളൊന്നും വിപിനൻ സ്വീകരിച്ചതുമില്ല. പകരം ദിവസങ്ങളോളം ഒച്ചയിട്ടിട്ടും ദേഷ്യം തീരാതെ അയാൾ പരിമളത്തിൻ്റെ വീടുമായുള്ള എല്ലാ ബന്ധവും വിലക്കിക്കളഞ്ഞു. അതിനു മുൻപ് പരിമളം ഉണക്കുന്ന കൊണ്ടാട്ടങ്ങളുടെയും വറ്റലുകളുടെയും പങ്ക് രത്നമേഖലയ്ക്ക് കിട്ടിയിരുന്നു. ഇടയ്ക്കെല്ലാം വീട്ടിനകത്ത് കയറി വന്ന് അവൾ വർത്തമാനം പറയുകയും അമ്മയെ കുളിപ്പിക്കുന്ന ദിവസങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പുറത്ത് പോകേണ്ടി വരുന്ന സമയമത്രയും അമ്മയ്ക്ക് കൂട്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി അതൊന്നും ഒരിക്കലും ഉണ്ടാവാനിടയില്ല. രത്നമേഖല വാതിൽ ചാരി മെല്ലെ പുറത്തിറങ്ങി. പരിമളം കാണുന്നുണ്ട്, അതുമതി. അമ്മ ഒറ്റയ്ക്കാണെന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ. 1 മണിക്കൂർ നേരം ആ സ്ത്രീ ഒറ്റയ്ക്ക് കിടക്കട്ടെ. അത്യാവശ്യം വല്ലതുമുണ്ടായാൽ വാതിൽ പൂട്ടിയിട്ടില്ല. പരിമളം പുറത്ത് ഉണ്ട് താനും. ഒരു നോട്ടം കൊണ്ട് വാക്കുകളില്ലാതെ ആ കരാർ ഉറപ്പിച്ച് അവൾ വെയിലത്തേക്കിറങ്ങി. കല്യാണം കഴിഞ്ഞ് കൃത്യം 33-ാമത്തെ ദിവസം ഈ 2 മുറി ക്വാർട്ടേഴ്സിൽ കുരുങ്ങിയതാണ് രത്നമേഖലയുടെ ജീവിതം. ഇത്തരം പുറത്തെ ഇറങ്ങലുകളാണ് അവൾക്കാകെയുള്ള പരോൾ. തന്നോട് കഷ്ടിച്ച് 4-5 വാക്കുകൾ, അതും കടുത്ത അനിഷ്ടത്തോടെ സംസാരിച്ചിട്ടുള്ള സ്ത്രീയെ അമ്മയെന്ന് വിളിച്ച് 10 വർഷമായി അവൾ പരിചരിക്കുന്നു. നഴ്സിംഗ് പഠിച്ച നിന്നെ തന്നെ കെട്ടിയത് ഭാഗ്യമായി എന്ന് വിപിനൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ പിറ്റേന്ന് അവളോട് പറഞ്ഞു. അവൾ അമ്മയെ ചെരിച്ചു കിടത്തി ദേഹം തുടച്ചു കൊടുക്കുകയായിരുന്നു. രത്നമേഖലയ്ക്ക് ആ നിമിഷം തന്നെ തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഏതാണ്ട് മനസ്സിലായി. കൂടുതൽ തൊഴിൽ സാധ്യതയുണ്ടെന്ന് അടുത്ത വീട്ടിലെ പ്രദീപ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു അവൾ വാശി പിടിച്ച് മംഗലാപുരത്ത് പോയി പബ്ലിക് ഹെൽത്ത് വർക്കറാവാൻ പഠിച്ചത്. അതൊക്കെ വെറുതെയാവും. കല്യാണത്തിന് ശേഷം 9 മാസമൊന്നും കാത്തിരിക്കാതെ പ്രസവമോ അതിൻ്റെ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാതെ അവൾക്കൊരു വലിയ കുട്ടിയെ സ്വന്തമായി കിട്ടിയിരിക്കുന്നു. കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന, കൊഞ്ചലോടെ അവ്യക്തമായ ചില വാക്കുകൾ മാത്രം പറയുന്ന മുതിർന്നൊരു കുട്ടി. ഭക്ഷണവും ജ്യൂസുകളും കോരി കൊടുക്കണം. ഓരോ മണിക്കൂറിലും പൊസിഷൻ ചേഞ്ച് ചെയ്യണം. കുളിപ്പിച്ചൊരുക്കണം. അടുത്തിരുന്ന് ഓമനിക്കണം. കൈകാലുകൾ ഒഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യണം. ഒരു മുഴുവൻ സമയ ബേബി സിറ്ററിനെ പോലെ. ബേബി സിറ്റർ അല്ല, മദർ സിറ്റർ. അവളത് 10 വർഷമായി ചെയ്യുന്നു. ആദ്യമൊക്കെ അധികം വൈകാതെ അവർ മരിച്ചു പോകുമെന്നും പിന്നെ താൻ സ്വതന്ത്രയാകുമെന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ തോന്നുന്നത് താൻ മരിച്ചാലും അവർ ബാക്കിയുണ്ടാകുമെന്നാണ്. അപ്പോൾ വിപിനൻ എന്തു ചെയ്യും? അവൾ ഓർക്കാറുണ്ട്. ക്വാർട്ടേഴ്സുകൾക്കിടയിലുള്ള ചെറിയ വഴികളിലൂടെ ചുറ്റി വളഞ്ഞ് രത്നമേഖല ഗുഡ് ഷെഡ് റോഡിലെത്തി. ലോറികൾ അകത്തേക്കും പുറത്തേക്കും പോകുന്നു. ചരക്ക് കയറ്റുന്നവരുടെ ഒച്ചയും ബഹളവും പൊടിപടലങ്ങളും. രത്നമേഖല വല്ലാതെ തുമ്മിപ്പോയി. തുറന്നു കിടക്കുന്ന ഗേറ്റിനപ്പുറത്ത് നഗരമാണ്. വാഹനങ്ങൾ കൊണ്ട്, ആൾ തിരക്കുകൊണ്ട് വിങ്ങി വീർത്ത നിരത്തുകൾ ശ്വാസം മുട്ടിപ്പിടയുന്നത് പോലെ. രത്നമേഖലയ്ക്ക് ഓരോ തവണയും തോന്നും, ഗേറ്റിനപ്പുറത്ത് തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയാണ്. ഇനി തിരിച്ചു വരികയേ വേണ്ട. ഈ തിരക്കുകളിൽ അലിഞ്ഞ് ആരും അറിയാതെ, ആരാലും തിരിച്ചറിയപ്പെടാതെ എങ്ങോട്ടെങ്കിലും എന്നേക്കുമായി പോകണം. മരുന്നിൻ്റെയും ഫിനോയിലിൻ്റെയും മണമുള്ള കുടുസുമുറിക്കകത്ത് വാട്ടർ ബെഡിൽ കിടക്കുന്ന ആ സ്ത്രീയെ വൃത്തിയാക്കിയും അവർക്ക് ഭക്ഷണം കൊടുത്തും ജീവിപ്പിച്ചിരുത്തി എനിക്ക് മതിയായി. ഓരോ ദിവസവും അവർ എത്രത്തോളം പുതുമയോടും പ്രസരിപ്പോടും ഇരിക്കുന്നുവോ അത്രയ്ക്ക് തെളിയും വിപിനിൻ്റെ മുഖം. അല്ലെങ്കിൽ അയാൾ മുഖം കറുപ്പിച്ച് അവളെ ബത്സിക്കും. തരം കിട്ടിയാൽ, പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ദിവസങ്ങളിൽ ചെറിയ തോതിലൊക്കെ അവളെ വേദനിപ്പിക്കുകയും ചെയ്യും. നീ എൻ്റെ അമ്മയെ എന്ത് ചെയ്തു? അമ്മയാണെന്ന് ഒറ്റയ്ക്ക് വളർത്തിയത്. ജനിക്കും മുൻപേ അച്ഛനില്ലാതായവനാ ഞാൻ. അമ്മ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. എൻ്റെ ഇനിയത്തെ ജീവിതം അമ്മയ്ക്ക് വേണ്ടിയാണ്. എന്തിനാ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ എന്ത് ചെയ്തു പറയടി. അയാൾ മുഖം അവൾക്ക് അരികിലേക്ക് അടുപ്പിക്കും. സിഗരറ്റും മദ്യവും മണക്കുന്ന വാക്കുകൾ അവളുടെ മുഖത്ത് വഴുക്കലോടെ ഒട്ടിപ്പിടിക്കും. അവൾ മിണ്ടാതാവുമ്പോൾ അയാൾ അവളുടെ കൈത്തണ്ടകൾ ഞെരിക്കും. നോവും വിധം പിടിച്ചു കുലുക്കും. ഒടിക്കെട്ട് വലിച്ചഴിക്കും. രത്നമേഖലയ്ക്ക് അപ്പോഴൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് തോന്നാറുണ്ട്. അമ്മ ഇപ്പോൾ ഉറങ്ങാണ്, വേഗം വാ എന്ന് പറഞ്ഞ് അയാൾ വേഴ്ചകൾക്ക് ക്ഷണിക്കുന്നതും അവൾ ഓർത്തു. തൊട്ടടുത്ത മുറിയിൽ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ ഇപ്പുറത്ത് തങ്ങൾ ആനന്ദിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അയാളുടെ വിശ്വാസം. പെട്ടെന്ന് അഴിക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് വന്ന് കിടക്ക്, അമ്മ ഉണരും. കോണ്ടമിടാനുള്ള സമയമടക്കം 4-5 മിനിറ്റ് മാത്രം നീളുന്ന ഓരോ ബന്ധപ്പെടലുകളും അവളെ വേദനിപ്പിക്കും. ആദ്യരാത്രിയിലെ ആ പാതി വേഴ്ചയോളം തന്നെ. അവളിപ്പോഴൊന്നും പ്രസവിക്കരുതെന്ന നിർബന്ധ വിപിനുണ്ട്. ഗർഭം പ്രസവമൊക്കെയായി അവൾ മാറി നിന്നാൽ അമ്മയെ നോക്കാൻ ആളില്ലാതാവും. അതൊക്കെ കുറച്ചു കഴിഞ്ഞു മതി. ആ സമയത്ത് പോലും അയാൾ അവളെ കെട്ടിപ്പിടിക്കുകയോ സ്നേഹത്തോടെ ഉമ്മവയ്ക്കുകയോ ഇല്ല. മേലെ കയറിക്കിടന്ന് അവസാനം ഒരു പിടയലോടെയുള്ള അടർന്നു മാറ്. അവൾക്ക് വീട്ടിലെ പൂവൻകോഴി പിടയ്ക്ക് മേലെ കയറുന്നത് ഓർമ്മ വരും. ഓർത്തു തുടങ്ങുമ്പോഴൊക്കെ അയാൾ എനിക്കൊപ്പം മാറിയിട്ടുണ്ടാവും.
ഗേറ്റിന് പുറത്ത് കിടന്ന രത്നമേഖല ഒരു നിമിഷം വെറുതെ നിന്നു. പിന്നെ തനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ പിറുപിറുത്തു. ഞാൻ ഓട്ടോറിക്ഷ പിടിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷങ്ങളാണ്. പെട്ടെന്ന് തീർന്നു പോകരുത്. ഓരോ തുള്ളിയും ആസ്വദിക്കണം. നല്ല വെയിലുണ്ട്. 1-2 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷേ സാരമില്ല. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞേ ഞാൻ തിരിച്ചു വരൂ. എനിക്ക് കാഴ്ചകൾ കണ്ട് നഗരത്തിരക്കിലൂടെ ഒഴുകണം. അതിനിടയിൽ ആ സ്ത്രീ മരിച്ചു പോകുകയൊന്നുമില്ല. പോയാലും എനിക്കൊട്ടും സങ്കടവുമില്ല, ആശ്വാസമല്ലാതെ. തിരിച്ചു വരരുതെന്നും വരികയാണെങ്കിൽ പരമാവധി വൈകി മാത്രമേ എന്നൊക്കെ നിശ്ചയിച്ചാലും രത്നമേഖല എല്ലാ തവണയും വേഗത്തിൽ തിരിച്ചെത്തി വെപ്രാളത്തോടെ അതേ ഗേറ്റ് കടന്ന് ലോറികൾക്കും പൊടിപടലങ്ങൾക്കും ഇടയിലൂടെ ക്വാർട്ടേഴ്സിലേക്ക് ഓടും. അവളൊരു മെരുക്കപ്പെട്ട വീട്ട് മൃഗമായിപ്പോയി. കണ്ണുകെട്ടി ചാക്കിനകത്താക്കി നാട് കടത്തിയാൽ പോലും വീടിൻ്റെ മണം പിടിച്ച് തിരിച്ചെത്തുന്ന മൃഗം. വീട്ടിലേക്കല്ലാതെ മറ്റെങ്ങും പോകാൻ അറിയാത്തവൾ. രത്നമേഖലയ്ക്ക് സ്വയം പുച്ഛം തോന്നാറുണ്ട്. എങ്കിലും അവൾ ആശ്വസിക്കും. താൻ അല്പം പുതുമ നുണഞ്ഞിരിക്കുന്നു. ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം സ്പർശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത മാസമോ വിപിന് ഓവർ ടൈമുകൾക്കിടയിൽ സമയം കിട്ടിയില്ലെങ്കിൽ തനിക്ക് തന്നെ പോവാൻ കഴിയും. അതുവരേക്കും ആനന്ദിക്കാനുള്ളത് താൻ ശേഖരിച്ചിരിക്കുന്നു. അല്പം മാത്രമെങ്കിലും അത് ആനന്ദമാണ്. കടുത്തൊരു ദുസ്വപ്നത്തിൽ നിന്ന് തലവേദനയുമായി എഴുന്നേൽക്കുന്നത് വിപിനിനെപ്പോൾ പതിവായിരിക്കുന്നു. രത്നമേഖലയെ കാണാതെ പോയി എന്നതായിരുന്നു എപ്പോഴും ആ സ്വപ്നം. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ വിളക്ക് തെളിഞ്ഞിട്ടില്ല. ഇരട്ട ക്വാർട്ടേഴ്സിൻ്റെ വേലിക്കപ്പുറത്തെ മുറ്റത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞിട്ടും ജ്ഞാനശേഖരൻ്റെ മെലിഞ്ഞ ഭാര്യ എന്തോ ചിക്കി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാരിയിട്ട വാതിൽ തള്ളി തുറന്നപ്പോൾ ഇരുട്ടിൽ പേടിച്ചരണ്ട അമ്മയുടെ മുഖം. മൂത്രത്തിൽ കുളിച്ച് പ്രാണഭയത്തോടെ എന്തെന്നെല്ലാമോ ഒച്ചയിരുന്ന അമ്മ വിപിനെ ഭയപ്പെടുത്തി. വിപിനൻ ആവുന്നത്ര ശബ്ദത്തിൽ രത്നമേഖലയെ വിളിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അത് അലമാരയിലിരുന്ന് ചിലച്ച് അയാളെ പരിഹസിച്ചു. ഫോൺ എടുക്കാതെ വീട് വിട്ടുപോയ സ്ത്രീയെ എങ്ങനെ കണ്ടെത്തുമെന്നോർത്ത് വിപിനെ കിതച്ച് തളർന്നു. മൂത്രത്തിൽ കുതിർന്ന വിരിപ്പുകളോ ഉടുപ്പോ എങ്ങനെ മാറ്റിക്കൊടുക്കുമെന്നറിയാതെ, അമ്മയ്ക്ക് എന്ത് കഴിക്കാൻ കൊടുക്കുമെന്നറിയാതെ നിലത്ത് കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ചിലപ്പോൾ വിപിൻ്റെ സ്വപ്നം അവസാനിച്ചത്. മറ്റു ചിലപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയും എന്നാൽ അവിടെ ചെന്ന് കാര്യമൊന്നും പറയാനാവാതെ ശ്വാസം മുട്ടലോടെ എൻ്റെ അമ്മ എന്ന് മാത്രം പിറുപിറുക്കുകയും ചെയ്തു. സ്റ്റേഷനിലുള്ളവർ അയാളെ തുറച്ചു നോക്കും. എൻ്റെ ഭാര്യ എന്നായിരുന്നല്ലോ താൻ പറയേണ്ടിയിരുന്നത് എന്ന് വിപിന് ഓർമ്മ വരുന്നത് അപ്പോഴാണ്. രത്നമേഖല തൻ്റെ ഭാര്യയായിരുന്നു എന്ന തിരിച്ചറിവ് അപ്പോഴുണ്ടായതുപോലെ വിപിനൻ പിന്നെയും കിതയ്ക്കും. ഉണരുമ്പോൾ എല്ലാം പതിവ് താളത്തിലായിരിക്കും. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കലമ്പുന്ന ഒച്ച കേൾക്കാം. രത്നമേഖല അമ്മയ്ക്ക് വേണ്ടി അന്നത്തെ ആദ്യത്തെ പാനീയം തയ്യാറാക്കുകയായിരിക്കും. അതിനു മുമ്പ് അവൾ അവരുടെ നനഞ്ഞ ഉടുപ്പുകളും വിരിപ്പുകളും മാറ്റി ചൂടുവെള്ളത്തിൽ ദേഹം തുടച്ചു കൊടുത്തിട്ടുണ്ടാവും. ചാരിയിരുത്തി പല്ലും മുഖവും വൃത്തിയാക്കുന്നത് അതിനു മുൻപാണ്. എല്ലാം എത്രയോ വേഗത്തിലും വൃത്തിയിലും. അവളുടെ കൈവേഗം വിപിനെ അത്ഭുതപ്പെടുത്താറുണ്ട്. നേഴ്സിംഗ് പഠിച്ചവളാണല്ലോ, ഇങ്ങനെ തന്നെ വേണമല്ലോ എന്നയാൾ സ്വയം ആ അത്ഭുതത്തെ തുടച്ചു കളയുകയും ചെയ്യും. രത്നമേഖല ഒരു ദിവസം യഥാർത്ഥമായി പോയി കളഞ്ഞാൽ താനെന്ത് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ നിന്നുണർന്നതിൻ്റെ തളർച്ചയോടെ അയാൾ ആ കിടപ്പിൽ കിടന്ന് ആലോചിക്കും. ഒരു ദിവസം അവളെ ശരിക്കും കാണാതാവും. 10 വർഷവും അയാൾ അതോർത്തു. ഭയപ്പെടാതെയല്ല, ആ ഓർമ്മയിൽ അയാൾ കൂടുതൽ ക്രൂരനാവുകയായിരുന്നു. അവൾ പോവരുത്. അവൾ സ്നേഹത്തിൻ്റെ പച്ചപ്പുകളെക്കുറിച്ച് അജ്ഞയായിരിക്കണം. അങ്ങനെ ഒന്നുണ്ട് എന്നറിയുകയേ അരുത്. എങ്കിൽ അവൾ ഒരിക്കലും തന്നെയും അമ്മയെയും വിട്ടുപോവില്ലെന്ന വിചിത്രമായൊരു വിശ്വാസമായിരുന്നു വിപിന് എന്നുണ്ടായിരുന്നത്. സെക്സ് പോലും ഇതിലും എത്രയോ നന്നായി ചെയ്യാൻ വിപിൻ അറിയാതെയല്ല. പക്ഷേ രത്നമേഖല അതിൻ്റെയൊക്കെ രുചിയറിയുന്നത് അപകടമാവുമെന്ന് വിപിനെ വിചാരിച്ചു. ഭീഷണിയുടെയും വേദനയുടെയും ഗുളികകൾ മാത്രമാണ് അയാൾ അവൾക്ക് നൽകിയത്. അത് വിഴുങ്ങി വിഴുങ്ങി അവൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവളെ പോലെ അയാളുടെ കൽപ്പനകൾക്കനുസരിച്ച് താളം ചവിട്ടണം. മറ്റൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണെന്ന് അവൾക്ക് തോന്നുകയായിരുന്നു. കുറേ നേരം അങ്ങനെ കിടന്നതിന് ശേഷമാണ് വിപിനൻ എഴുന്നേൽക്കുക. അമ്മയുടെ മുറിവാതിൽക്കൽ ചെന്ന് അവർ സ്വസ്ഥയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ അയാൾ പല്ല് തേക്കാനും കുളിക്കാനുമൊക്കെ പോകൂ. കുളിച്ചൊരുങ്ങി ഇറങ്ങും മുൻപും അയാൾ അമ്മയ്ക്കടുത്ത് പോയി നോക്കും. ഒന്നും മിണ്ടാതെ അവർക്കരികിലിരിക്കും. ആദ്യമൊക്കെ രത്നമേഖല അയാളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും. അടുത്തിരുന്ന് സംസാരിക്കൂ, കയ്യിൽ പിടിച്ച് പഴയ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൂ, അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവും, റിക്കവറി വേഗത്തിലായേക്കും. രത്നമേഖല പറഞ്ഞതുകൊണ്ട് മാത്രം വിപിൻ അത് ചെയ്യാൻ മടിച്ചു. അല്ലെങ്കിലും മറ്റൊരാൾ നോക്കി നിൽക്കുമ്പോൾ സ്വന്തം അമ്മയോടായാലും കൃത്രിമമായി സംസാരിക്കുന്നത് എങ്ങനെയെന്ന് അയാൾക്കറിയില്ല. എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ തന്നെ ലജ്ജ കൊണ്ട് അയാൾക്ക് വീർപ്പ് മുട്ടും. രത്നമേഖല അടുക്കളയിലേക്കോ മറ്റോ മാറിപ്പോയാലും നിശ്ചേഷ്ടയായി കിടക്കുന്ന അമ്മയോട് മിണ്ടുക പ്രയാസമാണ്. അതുകൊണ്ട് വിപിനൻ അമ്മയ്ക്കരികിൽ മിണ്ടാതെയിരിക്കും. എത്ര നേരം വേണമെങ്കിലും അയാൾക്ക് അങ്ങനെ ഇരിക്കാം. അവരുടെ മെലിഞ്ഞ കൈത്തണ്ട കയ്യിലെടുത്ത് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വിപിന് കരച്ചിൽ വരും. ലജ്ജയില്ലാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും.
ആരോടെങ്കിലും അമ്മയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴും അയാൾ ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഓഫീസിൽ വിപിന് കാര്യമായ സൗഹൃദങ്ങളില്ല. ആരോടും മിണ്ടണമെന്ന് അയാൾക്ക് തോന്നാറില്ലെന്നതാണ് സത്യം. ജോലിക്ക് കയറിയ കാലത്ത് പലരും കൂട്ടുകൂടാൻ വന്നിരുന്നു. വിടർന്ന വലിയ കണ്ണുകളിൽ വിഷാദം നിറച്ച ആ പയ്യനോട് മുതിർന്നവർക്ക് വാത്സല്യം പോലും തോന്നിയിരുന്നു. വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളുമൊക്കെ അവർ ഉദാരമായി നൽകി, വിപിനൻ ആവശ്യപ്പെടാതെ തന്നെ. പക്ഷേ ആദ്യത്തെ ശമ്പളം വാങ്ങിക്കഴിഞ്ഞ് ജോയിനിങ് പാർട്ടിയുടെ പദ്ധതിയുമായി അവരെത്തിയപ്പോൾ വിപിനൻ താൻ പഠിച്ച് ടെസ്റ്റ് എഴുതി വാങ്ങിച്ച ജോലിക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വാങ്ങിയ ശമ്പളത്തിനും മറ്റുള്ളവർക്ക് ചെലവ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അവർ അന്തം വിട്ടുപോയി. അത് 10-15 വർഷം മുമ്പാണ്. അതിനുശേഷം ജോലിസ്ഥലത്ത് വിപിനൻ ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം ജോലി, വല്ലപ്പോഴും ഒറ്റയ്ക്ക് മാത്രമുള്ള മദ്യപാനം, ഓവർ ടൈമുകളും ഒക്കെയായി എല്ലായ്പ്പോഴും ജോലി ചെയ്യുന്നതിലും സമ്പാദിക്കുന്നതിലും മാത്രമുള്ള ശ്രദ്ധ. കമേഴ്സ്യൽ വിഭാഗത്തിലെ ജോലിയായതുകൊണ്ട് സുഭിക്ഷമായ പുറം വരുമാനം വാങ്ങാതിരിക്കാനുള്ള കാരണമൊന്നും വിപിനില്ലായിരുന്നു. എല്ലാവരും അത് വാങ്ങുന്നുണ്ട്. 4th ഗ്രേഡ് ജോലിക്കാരനാണെങ്കിലും അയാൾ സാമാന്യം സമ്പന്നനായിരിക്കുമെന്ന് കൂടെ ജോലി ചെയ്തിരുന്നവർ അസൂയയോടെ പറഞ്ഞു നടക്കുന്നത് വിപിനറിയാം. അവർക്ക് കിട്ടുന്നതൊക്കെയേ വിപിനും കിട്ടുന്നുള്ളൂ. പക്ഷേ അനാവശ്യമായി കാശ് ചെലവായി പോകുന്ന വഴികളെല്ലാം മനഃപൂർവ്വം അടച്ചിടാൻ വിപിനറിയുമെന്ന വ്യത്യാസം മാത്രം. അയാൾക്ക് 10 വർഷമായി ഏതാണ്ട് വെജിറ്റബിൾ പോലായ അമ്മയുണ്ട്. അത്തരമൊരു രോഗി വീട്ടിലുണ്ടാവുന്നത് എത്ര ചെലവുള്ള കാര്യമാണെന്ന് അവർ ഓർക്കാതെയല്ല. അതല്പം മനസ്സമാധാനം തരുന്ന കാര്യമാവേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. വിപിനെ സാമ്പത്തികമായി അത് ബാധിച്ചതേയില്ല എന്നാണ് അവർക്ക് തോന്നിയത്. ഹേമാംബിക നഗറിനടുത്ത് അയാൾ ഒരു 7 സെൻറ്റ് സ്ഥലം വാങ്ങിയതും അവരെ അതിശയിപ്പിച്ചു. ഓഫീസേഴ്സ് കോളനിയോട് ചേർന്ന് കിടക്കുന്ന അവിടെയൊക്കെ സ്ഥലം വാങ്ങുകയെന്നത് അവരെ പോലുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതല്ല. 10 വർഷമായില്ലേ തള്ളക്കിടപ്പിലായിട്ട്. ഇനിയിപ്പം ശരിയാവത്തൊന്നും ഇല്ലെന്ന് ഉറപ്പ്. പിന്നെ എന്തോന്ന് ട്രീറ്റ്മെൻറ്റ്? റെയിൽവേ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നും വിറ്റാമിൻ ഗുളികയും മാത്രം. ഡയപ്പറൊക്കെ സൗജന്യമായി കിട്ടുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പൂത്ത കാശ് കാണാതിരിക്കില്ല കയ്യിൽ എന്നെല്ലാം അസഹ്യതയോടെ അവർ പരസ്പരം പറഞ്ഞ് സമാധാനിക്കും. താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ പറയത്തക്ക സുഹൃത് ബന്ധങ്ങളില്ല എന്ന് മാത്രമല്ല, മിക്കവരോടും ചെറിയ പിണക്കങ്ങളും ഉണ്ടായിരുന്നു വിപിന്. ആരോടും ചോദിച്ചു പോകാൻ കഴിയാത്ത അറോഗൻ്റായ സ്വഭാവക്കാരനാണ് അയാളെന്ന് മിക്കവരും വിധിയെഴുതി. സ്വാഭാവികമായും അയാളുടെ ഭാര്യയും ഇങ്ങനെയൊക്കെ തന്നെയാവും. അയാൾക്കൊരു ഭാര്യയുണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല. അടഞ്ഞുപോയ മനസ്സുള്ള ഒരാളുടെ നിഗൂഢമായ ജീവിതമെന്ന് മിക്കവരും അയാളോടും കുടുംബത്തോടും അവനെ ഭാവിച്ചു. അമ്മയ്ക്ക് ഡയപ്പറിനും യൂറിൻ ബാഗിനുമൊക്കെയായി സ്വാന്തന എന്നൊരു ട്രസ്റ്റുമായി വിപിനം ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സംഭാവന നൽകിയാൽ മതി. ആവശ്യമെങ്കിൽ സ്വാന്തനയുടെ പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിൽ വരും, വേണ്ട പരിചരണങ്ങൾ നൽകും. തനിക്കത്തരം സഹായങ്ങൾ വേണ്ടെന്നും ഒരു നേഴ്സിൻ്റെ മുഴുവൻ സമയ സേവനം അമ്മയ്ക്കുണ്ടെന്നും വിപിനൻ ആദ്യം തന്നെ സ്വാന്തനയുടെ ഡയറക്ടർ നിത്യസഹായമെന്ന പാതി തമിഴിനോട് പറഞ്ഞിരുന്നു. SBIയിൽ ജോലിയുണ്ടായിരുന്ന നിത്യസഹായം തൻ്റെ 2 പെൺമക്കളുടെ മരണത്തിന് ശേഷമാണ് ഇത്തരമൊരു ട്രസ്റ്റ് ആരംഭിച്ചത്. വേനൽക്കാലത്ത് ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര പോയതായിരുന്നു അവർ. 14-17 വയസ്സുള്ള മക്കൾ പിന്നെ തിരിച്ചു വന്നില്ല. പെഡൽ ബോട്ടിൽ ഉത്സാഹപൂർവ്വം അവർ 2 പേരും ചവിട്ടി നീങ്ങുന്നത് നിത്യസഹായവും ഭാര്യയും തടാകത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നോക്കി നിന്നിരുന്നു. കുട്ടികൾ ധൈര്യവതികളും മിടുക്കരുമാണെന്നത് അവർക്ക് അഭിമാനകരമായിരുന്നു. പക്ഷേ തടാകത്തിൻ്റെ നടുക്കെവിടെയോ ആ ചെറിയ ബോട്ട് വട്ടം ചുഴറ്റി തലക്കീഴായി മറിഞ്ഞു. അതിന് തൊട്ടു മുമ്പുള്ള നിമിഷമാണ് നിത്യസഹായവും ഭാര്യയും പുറകിൽ വന്ന ചോളക്കാരനോട് ചുട്ട ചോളം വാങ്ങാനായി തിരിഞ്ഞത്. സാധാരണ സന്ദർഭങ്ങളിൽ അത്തരം അൺഹൈജീനിക്കായ സ്ട്രീറ്റ് ഫുഡ് അയാൾ കഴിക്കില്ല. പക്ഷേ ഇത് ഉല്ലാസയാത്രയാണല്ലോ. എല്ലാ രുചികളും നുണയണം, എല്ലാ ആനന്ദവും അറിയണം. മുഴുത്തതും മുരിഞ്ഞതുമായ ചോളക്കതിര് തിരഞ്ഞെടുത്ത് പൈസയും കൊടുത്ത് തടാകത്തിലേക്ക് തിരിയുമ്പോൾ കുട്ടികളുടെ ബോട്ട് കണ്ടില്ല. തടാകമാകെ ഒരു നിലവിളിയായി കഴിഞ്ഞിരുന്നു. പിന്നെ അധിക കാലം അയാൾ ജോലിയിൽ തുടർന്നില്ല. മക്കളുടെ മരണത്തോടെ പെട്ടെന്ന് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഒഴിഞ്ഞു. സ്വസ്ഥനായതുപോലെ തനിക്ക് ആശ്വാസമുണ്ടായെന്നും ബാങ്കിലെ ജോലിയുടെ സമ്മർദ്ദങ്ങൾ വീണ്ടും തുടരാൻ ഒരു കാരണവും അവശേഷിച്ചിരുന്നില്ലെന്നും അയാളിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും. തനിക്ക് ഹോം നേഴ്സ് ഉണ്ടെന്നും ഡയപ്പറും പ്രോട്ടീൻ പൗഡറുകളും മാത്രമേ ആവശ്യമുള്ളൂവെന്നും പറഞ്ഞപ്പോൾ നിത്യസഹായം വിപിനെ ശ്രദ്ധയോടെ നോക്കി. അത്രയും സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക് സൗജന്യമായി ഇതൊന്നും കൊടുക്കേണ്ടതില്ല. കൂടുതൽ അർഹരായ ആവശ്യക്കാരുണ്ട്. തനിക്ക് ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയത്തിൽ വിപിന് നിത്യസഹായത്തോട് നേഴ്സല്ല, നേഴ്സായി ഭാര്യയാണ് തനിക്കുള്ളതെന്ന് വെപ്രാളപ്പെട്ട് കൂട്ടിച്ചേർത്തു. നിത്യസഹായം പൊട്ടിച്ചിരിച്ചുപോയി. പലപ്പോഴും ആണുങ്ങൾക്ക് പറ്റുന്ന അബദ്ധമാണിതെന്നും വീട്ടിൽ ഭാര്യയുണ്ടെന്നല്ല, പകരം കുക്കുണ്ട്, ബേബി സിറ്ററുണ്ട് എന്നൊക്കെയാണ് ഓർക്കാറെന്നും അയാൾ അതിനെ തമാശയാക്കി. തൻ്റെ ഭാര്യയെ എത്രയോ കാലം വീടിനുള്ളിൽ അമ്മയെന്നും പുറത്തിറങ്ങുമ്പോൾ ടീച്ചറെന്നുമായിരുന്നു അയാൾ വിളിച്ചിരുന്നതെന്നും ഓർത്തിരുന്നതും. പെട്ടെന്നൊരു ദിവസം അവൾ ഇത് രണ്ടുമല്ലാതാകുന്നതുവരെ അയാൾ അങ്ങനെ തന്നെയായിരുന്നു അവളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്.
വിപിനന് നിത്യസഹായത്തോട് വളരെയധികം അടുപ്പം തോന്നി. ഡയപ്പറുകൾ സൗജന്യ നിരക്കിൽ കിട്ടണമെന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ അതിനൊപ്പം തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ നിത്യസഹായത്തിൽ വിപിനെ കണ്ടെത്തി. പണ്ട് അയാൾ അമ്മയോടായിരുന്നു സംസാരിച്ചിരുന്നത്. അമ്മ മിണ്ടാതായപ്പോൾ പകരമെന്നോണം എത്തിയ രത്നമേഖലയോട് അയാൾക്ക് മിണ്ടാനുള്ള അടുപ്പമൊന്നും തോന്നിയില്ല. സഹപ്രവർത്തകരോടോ ബന്ധുക്കളോടോ മിണ്ടാൻ വിപിന് താല്പര്യവുമില്ല. അമ്മയെക്കുറിച്ച് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെ പതിവുള്ളതുപോലെ വിപിനൻ അന്ന് നിത്യസഹായത്തിൻ്റെ മുമ്പിലും വിതുമ്പിക്കരഞ്ഞു. ആദ്യം അയാളുടെ കണ്ണുകളാണ് നിറഞ്ഞൊഴുകുക. പിന്നെ ചുണ്ടുകൾ കോടും, മുഖം വിങ്ങും, വാക്കുകൾ ഇടറുകയും തീർത്തുമില്ലാതാവുകയും ചെയ്യും. അന്നും അതൊക്കെയുണ്ടായി. നിത്യസഹായം സഹാനുഭൂതിയോടെ വിപിനൻ്റെ കൈകളിൽ കൈ ചേർത്തു. സഹായം അഭ്യർത്ഥിച്ചു വരുന്ന സ്ത്രീകൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും എണ്ണിപ്പെറുക്കി കരയുന്നതും അയാൾ മിക്കവാറും കാണാറുണ്ട്. പുരുഷന്മാരിങ്ങനെ കരയുന്നത് പൊതുവെ കാണാറില്ലാത്തതുകൊണ്ട് അല്പം അങ്കലാപ്പ് അയാൾക്കും ഉണ്ടായി. സ്വന്തം മക്കളുടെ ബോട്ട് തടാകത്തിൽ കാണാതായ നിമിഷം അയാളുണ്ടായ നടുക്കം പിന്നൊരിക്കലും വിട്ടുമാറാത്തതുകൊണ്ട് അവരുടെ സംസ്കാര സമയത്തോ പിന്നെ തുടർച്ചയായുണ്ടായ ദുരന്തങ്ങളിലോ അയാൾ കണ്ണു നിറച്ചു കരഞ്ഞിരുന്നില്ല. ഹൃദയത്തിൻ്റെ ഒരു ഭാഗം മരവിച്ചതുപോലെയായിരുന്നു അത്. ഒരു തരം സ്ട്രോക്ക്. കണ്ണീരും വേദനകളൊക്കെ ഊറിക്കൂടുന്ന ഭാഗം എന്നേക്കുമായി നിശ്ചേതനമായി. വിപിനൻ കരഞ്ഞു തീരുവോളം നിത്യസഹായം ക്ഷമയോടെ വെറുതെ നോക്കിയിരുന്നു. വിപിനൻ സ്വസ്ഥനായി തുടങ്ങിയപ്പോൾ അയാൾ സംസാരിച്ചു തുടങ്ങി. വിപിനൻ പിന്നീട് അത് എപ്പോഴും ഓർക്കാറുണ്ട്. നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. ദീർഘകാലത്തേക്ക് അത് വേണ്ടിവരുമെന്ന് തോന്നുന്നു. നിന്റെ അമ്മ കമ്പാരിറ്റീവ്ലി ചെറുപ്പമാണല്ലോ. പറ്റുന്ന പോലെ എന്തെങ്കിലും ഡൊണേഷൻ തന്നാൽ ഞങ്ങൾക്കും ആശ്വാസം. പക്ഷേ നീ അങ്ങനെ കരയരുത്. നീ കുണ്ടലക്കേശിപ്പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരാൾ മരിക്കുമ്പോൾ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും കരയും. അത് അജ്ഞാനം കൊണ്ടാണ്. നിത്യസഹായം ആ പാട്ട് ഈണത്തിൽ പാടി. കനത്ത ശബ്ദം. തമിഴായിരുന്നു. വിപിനെ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് അയാളതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു. പാളയിൽ കിടക്കുന്ന പ്രായം ചത്ത് ബാല്യം പിറക്കുന്നു. ബാല്യപ്രായം ചത്ത് കൗമാരം വരുന്നു. കൗമാരം ചത്ത് യുവത്വം. അതും ചത്ത് വാർദ്ധക്യം. ഇങ്ങനെ ഒരു ജീവിതത്തിൽ എത്ര ചാവുകൾ! ഒരവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നത് സത്യത്തിൽ മരണമാണ്. നമ്മൾ പക്ഷേ അന്നേരമൊന്നും കരയുന്നില്ല. പിന്നെതിനാണ് അവസാനത്തെ മരണത്തിൽ മാത്രം കരയുന്നത്? നിത്യസഹായത്തോടെ തല കുലുക്കിയെങ്കിലും വിപിന് ഇതും തൻ്റെ അവസ്ഥയുമായുള്ള ബന്ധം മനസ്സിലായില്ല. അമ്മയുടെ ഈ വീഴ്ചയും ഈ അവസ്ഥാന്തരമാണ്. അതോർത്ത് കരയേണ്ടതില്ല എന്ന് കൂട്ടിച്ചേർക്കാൻ നിത്യസഹായം വിട്ടുപോയിരുന്നു. അതുകൊണ്ട് വിപിൻ ഓർത്തു, അമ്മ ഇനിയും മരിച്ചിട്ടില്ല. സ്വാഭാവികമായി അവർ വാർദ്ധക്യത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ, കുറേ കാലം കഴിഞ്ഞ് മരിച്ചിരുന്നെങ്കിൽ ഇത്രയും വേദനിക്കാനില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. വിപിനൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു അവർ വീണുപോയത്. താൻ ആ കല്യാണത്തിനായി വാശി പിടിക്കേണ്ടതില്ലായിരുന്നുവെന്ന് അതിനുശേഷം വിപിനൻ ഒരിക്കലും കുറ്റബോധത്തോടെയോ മനസ്താപത്തോടെയോ ഓർത്തിരുന്നില്ലെന്നതായിരുന്നു വിചിത്രം. ആ ഉൾനാട്ടിലെ ചെറിയൊരു വീട്ടിലെ കോലായിൽ തനിക്ക് മുന്നിൽ ഓറഞ്ച് നിറമുള്ള തണുത്ത വെള്ളം നീട്ടിയ പെൺകുട്ടിയെ അന്ന് തലയുയർത്തിയ നേരം വണ്ണം വിപിന് കണ്ടതുപോലുമില്ല. ചില ഭാഗവീക്ഷണങ്ങൾ മാത്രം. മുറുകെ പിന്നിട്ട നീളമുടി, വൃത്തിയുള്ള വിരൽ തുമ്പുകൾ, ലക്ഷണമുള്ള മൂക്ക്, വെലിഞ്ഞു നേർത്ത ദേഹം. അത്തരം കഷ്ണങ്ങൾ ചേർത്ത് അയാൾ അവളുടെ രൂപം പിന്നീട് മനസ്സിൽ പൂർത്തിയാക്കിയെടുക്കുകയായിരുന്നു. ആ വീട്ടിൽ അവളെ ശരിക്ക് കാണാനോ അവളോട് നേരിട്ട് സംസാരിക്കാനോ സത്യത്തിൽ വിപിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ആരോ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അയാൾ വെപ്രാളത്തോടെ വേണ്ടതും തലകുലുക്കി. ആരൊക്കെയാണ് ആ വീടിനകത്തുള്ള അനേകം പഴുതുകളിലൂടെ തന്നെ തുറച്ചു നോക്കുന്നതെന്ന് ഓർത്തപ്പോൾ എങ്ങനെയും അവിടുന്ന് വേഗം രക്ഷപ്പെടണമെന്ന് മാത്രമാണ് വിപിന് തോന്നിക്കൊണ്ടിരുന്നത്. അപരിചിതരുടെ വിലയിരുത്തലുകൾക്ക് ഇരുന്നു കൊടുക്കുന്നതിൻ്റെ അസ്വസ്ഥത അയാൾക്ക് താങ്ങാനാവുമായിരുന്നില്ല. വിപിനൻ രണ്ടാമതൊരിക്കൽ കൂടി അത്തരമൊരു സാഹചര്യത്തിൽ പോയി കുടുങ്ങാൻ ആഗ്രഹിച്ചില്ല. വീട്ടിൽ ചെന്നതും ആകാംക്ഷയോടെ തന്നെ ചോദ്യം ചെയ്യാനെത്തിയ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ ഇത് തന്നെ മതി എന്ന് പറയുകയായിരുന്നു അയാൾ. കൂടുതൽ അന്വേഷണങ്ങൾക്കായി അമ്മയും ബന്ധുക്കളും രത്നമേഖലയുടെ വീട്ടിൽ പോയതും തിരിച്ചു വന്ന് ഈ ബന്ധം വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും വിപിനെ ധർമ്മസങ്കടത്തിലാക്കി. പക്ഷേ അവർ പറഞ്ഞത് എത്രയോ നിസ്സാരമായ കാരണങ്ങളായിരുന്നു. അവളുടെ ചെറിയ വീട്, അവൾ നഴ്സിംഗ് പഠിച്ചത്, അവളുടെ വീട്ടുകാർ നുള്ളിപ്പെറുക്കി അവൾക്ക് കൊടുക്കാനിരിക്കുന്ന 25 പവൻ പൊന്ന്, അതിനൊക്കെ ഖണ്ഡിക്കാൻ വിപിന് എളുപ്പം കഴിഞ്ഞു. അയാൾക്കും അമ്മയ്ക്കും റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ലാതെ സ്വന്തം വീട് തന്നെയില്ല. അവൾക്ക് ചെറുതെങ്കിലും സ്വന്തമായൊന്നുണ്ട്. തൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും ജോലിക്കും 25 പവൻ ധാരാളമാണ്. അവൾക്ക് പഠിപ്പുള്ളതും നന്നായി. 2 പേരും ജോലി ചെയ്താലേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ. ഈ ആലോചന തന്നെ ഉറപ്പിച്ചാൽ മതി, വിപിൻ തീർത്തു പറഞ്ഞു. 10ൽ 8 പൊരുത്തമുള്ളവർക്ക് ഉള്ള ജാതകം അമ്മയുടെ അവസാന പ്രതീക്ഷയെയും തകർത്തു കളഞ്ഞു. വിപിന് പിന്നീടാണ് ആ ദിവസങ്ങളിൽ അമ്മ വളരെ വിഷാദവതിയായിരുന്നെന്ന് ഓർത്തെടുക്കുന്നത്. അമ്മയുടെ എതിർപ്പിനെ അയാൾ ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല. കല്യാണ സാരി എടുക്കാനും താലി വാങ്ങാനുമൊക്കെ ബന്ധുക്കളായ സ്ത്രീകൾ വരികയും വിപിനൊപ്പം കടകളിൽ കയറിയിറങ്ങുകയും ചെയ്തു. അമ്മ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. കല്യാണം തറവാട്ടിൽ വെച്ച് നടത്താൻ
അവിടെ ചെന്ന് സംസാരിച്ചതും കാര്യങ്ങൾ ഏർപ്പാടാക്കിയതും അമ്മ തന്നെയായിരുന്നു. കല്യാണ കത്തുകൾ കൊടുക്കാനും അവർ ഉത്സാഹിച്ചു. കല്യാണ ദിവസം ചുറ്റാൻ നേരിയ കസവ് കരയുള്ള ചുവപ്പുകര വേഷ്ടിയും മുണ്ടും വാങ്ങിയത് അടുത്ത വീട്ടിലെ ജ്ഞാനശേഖരൻ്റെ അമ്മയെ കൂട്ടിപ്പോയാണ്. കവർ തുറന്ന് അത് വിപിനെ കാട്ടിക്കൊടുത്ത് മനസ്സിൽ വിചാരിച്ചത് കിട്ടാൻ 3-4 കടയിൽ കയറേണ്ടി വന്നുവെന്നും 28 വർഷമായി ചുവപ്പുകര വേഷ്ടി ചുറ്റിയിട്ടില്ലെന്നും പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തെ ഭാവമെന്തെന്ന് വിപിന് മനസ്സിലായില്ല. ഓർമ്മ വെച്ച കാലം മുതൽ എപ്പോഴും കരയില്ലാത്ത മുണ്ടും വേഷ്ടിയുമാണ് അവർ ചുറ്റാറെന്ന് വിപിനെ ഓർത്തതും അപ്പോഴാണ്. 28 വർഷം മുൻപ് അനാഥയായ സ്ത്രീ. അന്ന് വിപിന് അമ്മയുടെ വയറ്റിൽ 3-4 മാസം മാത്രം പ്രായം കാണും. പിന്നെ അമ്മ നിറമുള്ള വേഷങ്ങൾ ചുറ്റിയിട്ടുണ്ടാവില്ല. ഇത് ചുവപ്പുകര മാത്രമല്ല, അതിനെ തൊട്ടുരുമി നേർത്ത കസവ് വരകളുമുണ്ട്. മകൻ്റെ വിവാഹത്തിന് അമ്മയ്ക്ക് അല്പം ആർഭാടമൊക്കെ ആവാം. ചുവപ്പ് ബ്ലൗസ് തയ്ക്കണമെന്ന് ജ്ഞാനശേഖരൻ്റെ അമ്മ നിർദ്ദേശിച്ചപ്പോൾ അമ്മ ഇല്ലെന്ന് തലയാട്ടി. കല്യാണത്തിന് താൻ പെൺവീട്ടിൽ പോകുന്നില്ല. വധു വന്നു കയറുമ്പോൾ അവളെ വിളക്ക് കൊളുത്ത് അകത്തേക്ക് കയറ്റണം. അന്നേരം ഈ ചുവപ്പ് വേഷ്ടിയും പതിവ് ക്രീം നിറം ബ്ലൗസും മതി. അതുതന്നെ ആർഭാടമാണ്. നിറങ്ങളില്ലാത്ത അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വിപിന് സങ്കടം വന്നു മുട്ടി. ജ്ഞാനശേഖരൻ്റെ അമ്മ പോയപ്പോൾ വിപിനൻ അമ്മയോട് കല്യാണത്തിന് പട്ടുസാരി ചുറ്റണമെന്ന് നിർബന്ധിച്ചു. അമ്മയ്ക്ക് 52 വയസ്സേ ആയിട്ടുള്ളൂ. മകൻ്റെ കല്യാണത്തിന് തീർച്ചയായും നിറമുള്ള ചേല ചുറ്റണം. പക്ഷേ മറ്റു പലർക്കുള്ളതും രത്നമേഖലയ്ക്കുള്ള പുടവയും വാങ്ങിച്ചെങ്കിലും വിപിനൻ അമ്മ എന്തെടുക്കുമെന്ന് ആലോചിക്കുകയോ വാങ്ങുകയോ ചെയ്തിരുന്നില്ല. അത് സാരമില്ല, പെട്ടെന്ന് പോയി ശകുന്തളയിൽ നിന്നോ നെടുങ്ങാടിയിൽ നിന്നോ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, താൻ തന്നെ പോയി വാങ്ങാം. ഒരു ചുവപ്പ് നിറ പട്ടുചേല അമ്മ ചുറ്റുമെന്ന് ഉറപ്പ് തന്നാൽ മതി. പക്ഷേ അമ്മ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. നഷ്ടകാലത്തൊന്നും നിറമുള്ളതിട്ടിട്ടില്ല. നല്ല കാലം തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ മതി. നിനക്കറിയോ, എൻ്റെ കല്യാണത്തിനും ഇതേപോലത്തെ ചുവപ്പുകര വേഷ്ടിയും മുണ്ടും ഉണ്ടായിരുന്നു. ഇത്തിരി കൂടി വീതിയിൽ 2 വശത്തും കട്ടിയിൽ കസവ് നൂല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചുവപ്പ് ബ്ലൗസാണ് ഇട്ടത്. ചുവപ്പ് കല്ലുവെച്ച കമ്മലും പതക്കം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അമ്മ പെട്ടെന്ന് ആവേശത്തോടെ സംസാരിച്ചത് വിപിൻ എപ്പോഴും ഓർത്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും അവരൊരിക്കലും മകനോട് സംസാരിച്ചിട്ടില്ല. ഇത്രയും വൈകി ഇപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കാൻ അയാൾക്ക് ഇഷ്ടം തോന്നിയതുമില്ല. അമ്മമാർ മുതിർന്ന മക്കളോട് സ്വന്തം വിവാഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ലഹരിയോടെ പറയുന്നത് കേട്ടിരിക്കേണ്ടി വരുന്നത് എത്ര വിരസമാണെന്ന് അയാൾ ഓർത്തു. അതും തകർന്നടിഞ്ഞു പോയ ഒന്നിനെക്കുറിച്ച്. പക്ഷേ രത്നമേഖലയോടുള്ള ഇഷ്ടക്കേടെല്ലാം അവർ മറന്നുവല്ലോ എന്നോർത്തപ്പോൾ വിപിന് സന്തോഷമായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണമ്മ ഇത്രയും തെളിഞ്ഞ മുഖത്തോടെ സംസാരിക്കുന്നത്. ഈ സന്തോഷം ഇനി എന്നും ഉണ്ടാവും. നേരെ മുഖം പോലും കണ്ടിട്ടില്ലെങ്കിലും ആ മെലിഞ്ഞ പെൺകുട്ടി ഇപ്പോൾ അയാളുടെ രാത്രികളിൽ കയറി വരാറുണ്ട്. അവളെ പുണർന്നും തഴുകിയും അയാൾ ഉണരാറുമുണ്ട്. കല്യാണം കഴിഞ്ഞ് അവളുമൊത്ത് ഇവിടെ താമസിക്കുന്നതൊക്കെ വിപിനൻ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. ആകെ 2 മുറിയേ ഉള്ളൂ. കയറി വരുന്ന മുറിയാണ് ഇരിപ്പ് മുറിയും വിപിനിൻ്റെ കിടപ്പ് മുറിയും. TV വെച്ചിരിക്കുന്നതും അവിടെയാണ്. കുറച്ചെങ്കിലും പ്രൈവസി ഉള്ളത് അകത്തെ മുറിയിലാണ്. അവിടെയാണ് അമ്മയുടെ കിടപ്പ്. അമ്മയത് ദപദപതികൾക്കായി വിട്ടു തന്നേക്കും. വിപിനൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ അമ്മ ചെയ്യാതിരിക്കില്ലായിരിക്കും. അവിടെ ചില ക്രമീകരണങ്ങൾക്ക് വരുത്താനുണ്ട്. പുതിയ കിടക്ക, കർട്ടനുകൾ. ഇനി അമ്മ അതൊഴിഞ്ഞു തരുന്നില്ലെങ്കിൽ നിർബന്ധമായി അമ്മയെ കുടിയൊഴിപ്പിക്കാനൊന്നും വയ്യ. ആ പെൺകുട്ടിക്കൊപ്പം താൻ പഴയതുപോലെ തന്നെ തുടരും. അവൾക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് വിപിനൻ അമ്മയ്ക്കൊപ്പം പിറ്റേന്ന് തറവാട്ടിലേക്ക് പോയത്. അമ്മയുടെ മുഖത്ത് പിന്നെയും കാർമേഘങ്ങൾ ഇഴഞ്ഞു കയറിയത് വിപിനൻ കാണാതിരുന്നില്ല. ജാതകപ്പൊരുത്തം ഇല്ലായിരുന്നെങ്കിൽ ഇത് നടക്കാൻ സമ്മതിക്കില്ലായിരുന്നെന്ന് അമ്മ അടുക്കളയിൽ വെച്ച് ഉറക്കെ പറഞ്ഞപ്പോൾ, മനപ്പൊരുത്തമല്ലടി പ്രധാനം, അവനവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലേ, ഇനി നീ ഇത് എന്ത് പറഞ്ഞിട്ട് എന്തിനാണ് എന്ന് വലിയമ്മമാരാരോ അതിലും ഉച്ചത്തിൽ പറഞ്ഞു. മനപ്പൊരുത്തം കുന്തമ, അവൾക്ക് കൈവശം കൊടുക്കാനുള്ള മിടുക്കൊണ്ടോന്നാ എൻ്റെ പേടി. മെലിഞ്ഞു കോലം കെട്ട ആ പെണ്ണിനെ തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും നേഴ്സ്. ആരെൻ്റെ മൂത്രവും മലവും കോരുന്നോള്. അറപ്പാവുന്നു. അമ്മയുടെ ശബ്ദത്തിൽ അവജ്ഞ തുളുമ്പി. നേഴ്സിംഗ് എന്ന് വെച്ചാൽ തോട്ടിപ്പണിയെന്ന ഭാവത്തിലാണ് അവരത് പറഞ്ഞത്. ആർക്കറിയാം, നീ ഒന്ന് കരുതിയിരുന്നാ വിനോദിനി. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വടക്കോട്ട് പെണ്ണന്വേഷിക്കോ? എന്നെ പറഞ്ഞാൽ മതി. അങ്ങോട്ട് പെണ്ണ് ചോദിച്ചു വിട്ടതിന്. ഒക്കെ ഒടിവിദ്യ മന്ത്രവും മായവും ഒക്കെ അറിയുന്നവരാ. നമ്മുടെ സംസ്കാരവുമില്ല പട്ടിക്കാട്ടുകാർ, വേറൊരു അമ്മായി ഉറക്കെ പറഞ്ഞു. അടുക്കളയിൽ തേങ്ങ ചിരവുന്നതിൻ്റെയും അടുപ്പ് കത്തുന്നതിൻ്റെയും വെള്ളം കോരുന്നതിൻ്റെയുമൊക്കെ പലവിധ ഒച്ചകളായിരുന്നു. അതുകൊണ്ടായിരിക്കും ആ സ്ത്രീകൾ ഇത്രയും ഉറക്കെ മിണ്ടിക്കൊണ്ടിരുന്നത്. കിണറിനരികിൽ വെപ്പുകാർക്കുള്ള സാധനങ്ങൾ ഒരുക്കുന്നതിനിടയിൽ അതൊക്കെ വിപിനൻ്റെ ചെവിയിൽ വന്നു വീണു. അമ്മയും രത്നമേഖലയും ഒന്നിച്ച് നഗരത്തിലെ ക്വാർട്ടേഴ്സിലെ താമസത്തെക്കുറിച്ച് താനുണ്ടാക്കിയ സങ്കല്പങ്ങളെല്ലാം ഒറ്റയടിക്ക് തകരുന്നത് പോലെ വിപിന് തോന്നി. കല്യാണം കഴിക്കാത്തതായിരുന്നു നല്ലത്. ഭക്ഷണമുണ്ടാക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും അമ്മയുണ്ട്. വേറൊരു പെണ്ണിൻ്റെ ആവശ്യമൊന്നും തൽക്കാലമില്ലായിരുന്നു. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ശമിപ്പിക്കാൻ പോലും അതൊരു അത്യാവശ്യമായിരുന്നില്ല.
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതെന്ന് പോലും വിപിനൻ അന്നേരം മറന്നുപോയി. പക്ഷേ നാളെ രത്നമേഖലയെ താലി കെട്ടിയതിനു ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടാകാനിരിക്കുന്ന തകിടം മറിച്ചിലുകളെക്കുറിച്ച് അല്പമെങ്കിലും ഊഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വിപിന് ഇതൊക്കെ എത്രയോ നിസ്സാരമായേനെ. വിവാഹപ്പിറ്റേന്ന് രാവിലെ അയാളുടെ അമ്മ ചിരവത്തുമ്പിലേക്ക് മറിഞ്ഞു വീണ് ലോകത്തിൻ്റെ എല്ലാ പിൻവിളികൾക്കു നേരെയും ചെവികൊട്ടി അടയ്ക്കാനിരിക്കുകയാണെന്ന് ഇപ്പോൾ അയാളെ എങ്ങനെ അറിയാനാണ്? ചെറിയ ആനന്ദങ്ങളും നീരസങ്ങളും ഒക്കെയായി സ്വസ്ഥതയൊഴുകിയിരുന്ന ഓളപ്പുരകളിൽ നിന്ന് ആഴങ്ങളിലേക്ക് അമ്മയ്ക്കൊപ്പം വിപിനൻ്റെ ജീവിതവും ആണ്ടുപോകും. 40 കിലോമീറ്ററുകൾക്കകലെ നാളെ നവവധുവായി ഒരുങ്ങാനിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ചെറിയ മുറിക്കകത്ത് അതിഥികളെ പട്ടുവസ്ത്രങ്ങളും ആഭരണ ചെപ്പുകളൊക്കെ തുറന്നു കാണിച്ചും തനിക്കൊരിക്കൽ മാത്രം കണ്ടുപരിചയമുള്ള ചെറുപ്പക്കാരൻ്റെ വിശേഷങ്ങൾ പറഞ്ഞും നിറമുള്ള സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്നുണ്ട്. അവളുടെ ജീവിതവും കല്ലുകെട്ടി താഴ്ത്തിയതുപോലെ ആഴക്കയങ്ങളിൽ മുങ്ങിപ്പോകും. ഇത്തരം ദുഃഖകരമായ അനുഭവങ്ങൾ അസ്ഥിരമായ ലോകത്തിൽ അള്ളിപ്പിടിക്കാതിരിക്കാനുള്ള പാഠമാണെന്ന് മനസ്സിലാക്കാനും അതിനെ സംയമനത്തോടെ നേരിടാനും പക്ഷേ അവർ മൂവർക്കും സാധിക്കുകയുമില്ല. നീറുന്ന മുറിവുകളിൽ മുള്ളുകൾ ആഴ്ത്തി വലിക്കാൻ വരും കാലം അവരെ ആർത്തിയോടെ കാത്തിരിക്കുന്നറിയാതെ അന്നാ കിണറ്റിപ്പടിയിൽ വിപിൻ ചെറിയ ചെറിയ കാര്യങ്ങളോർത്ത് വിഷാദഭരിതനായി ഏറെ നേരം ഇരുന്നു. പിറ്റേന്ന് വിവാഹം നടക്കാനിരിക്കുന്ന ആ വീട് മടിച്ചാണ് കല്യാണ വീടായിക്കൊണ്ടിരുന്നത്. അഭയാർത്ഥിയായി എത്തിയവൻ്റെ വിവാഹ ചടങ്ങിന് അത്രയൊക്കെ ഒരുക്കം മതിയെന്ന് വീടിനും തോന്നുന്നുണ്ടാവുമെന്ന് വിപിന് വിചാരിച്ചു. പഞ്ചാരമണൽ വിരിച്ച മുൻവശത്ത് പന്തലൊന്നും ഇടുന്നില്ല. വിശാലമായ കോലായുണ്ട്, മാവിൻ്റെ തണലുണ്ട്. പിൻഭാഗത്ത് പക്ഷേ ചെറിയ ടാർപോളിയൻ പന്തൽ വേണം. പാചകത്തിനും ഉണ്ണാനിരിക്കാനും വധുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേര് പോകും. ബാക്കിയുള്ള ബന്ധുക്കളും അയൽക്കാരുമൊക്കെയായി 10-30 ആളുകളെ ഉണ്ടാവും നാളെ ഉച്ചയ്ക്ക്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു വിപിനൻ. അകത്തു നിന്നുള്ള വർത്തമാനങ്ങൾ അവനെ ഭീകരമാംവിധം നിരാശപ്പെടുത്തി കളഞ്ഞു. അവൻ്റെ ആ തകർന്ന മറ്റുള്ള ഇരിപ്പ് കണ്ട് ടാർപോളിയം വലിച്ചു കൊട്ടിക്കൊണ്ടിരുന്ന അജയൻ അതവിടെ ഇട്ടിട്ട് വിപിനൻ്റെ തോളത്ത് തട്ടി. നിന്റെ കാര്യം കട്ടപ്പുക വിപിന. നീ എന്തിനാ ചെരമിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വാശി പിടിച്ചേ? അവളെ നിനക്ക് മുൻപരിചയമൊന്നുമില്ലല്ലോ, അതോ പ്രേമമായിരുന്നോ? അജയൻ അമ്മയുടെ മൂത്ത ചേച്ചി വിശാലതയുടെ മകനാണ്. അവധിക്ക് നാട്ടിലെത്തിയ സമയമായതുകൊണ്ടും വിപിനോടുള്ള സൗഹൃദം കൊണ്ടും മാത്രം കല്യാണത്തിന് വന്നതാണ്. പൊതുവെ ഇത്തരം ചടങ്ങുകൾക്കൊന്നും അജയനെ കാണാറില്ല. ഡൽഹിയിലോ കൊൽക്കത്തയിലോ മറ്റോ ആണ് ജോലിയെന്നേ വിപിനറിയൂ. വിപിന് കുട്ടിക്കാലത്ത് അടുപ്പവും സ്നേഹവും കുറച്ചെങ്കിലും തോന്നിയിരുന്നത് അജയനോടായിരുന്നു. തറവാട്ടിൽ വേറെയും ധാരാളം കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ വിപിനൻ്റെ ചെറുപ്പകാലത്തെ അവരൊക്കെ കൂടുതൽ സങ്കീർണവും അസ്വസ്ഥയും ഉണ്ടാക്കിയിട്ടേയുള്ളൂ. ദരിദ്രവും അനാഥവുമായ ജീവിതത്തിൻ്റെ മുറിവുകൾക്കുമേലെ മുളകുപൊടി തൂവാൻ കുട്ടികളോളം സാമർഥ്യം വേറെ ആർക്കുമില്ലെന്ന് വിപിന് അന്നൊക്കെ എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. തറവാട്ടിലെ കുട്ടികളെല്ലാം ഇടി വീണോ, പുഴയിൽ വെള്ളം പൊങ്ങിയോ, ചത്തു തൊലയണേ എന്നോ വിപിനൻ പ്രാർത്ഥിച്ചതിന് കണക്കുണ്ടാവില്ല അക്കാലത്ത്. അജയേട്ടൻ അവധിക്കാലത്ത് വരുമ്പോൾ വിപിനെ കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്. പുഴ കടന്ന് അക്കരക്കാവിലെ ഉത്സവത്തിനും നെന്മാറ വേലയ്ക്ക് ഒന്നിച്ചു പോയിരുന്നു. മണൽപ്പരപ്പിൽ മലർന്നു കിടന്ന് വെടിക്കെട്ട് കണ്ട മീനമാസ രാത്രി ഇന്നലെയെന്നോണം വിപിനൻ ഓർക്കുന്നുണ്ട്. നിറമുള്ള ഓർമ്മകൾ കുറവായതുകൊണ്ടാവും വിപിനൻ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി സൂക്ഷ്മമായി ഓർക്കുന്നത്. അന്ന് ആകാശത്ത് വിരിഞ്ഞ ചില തട്ടുകളുള്ള വർണ്ണ ചിതറലുകളുടെ ആകൃതി പോലും ചിലപ്പോൾ വിപിന് പറയാൻ കഴിഞ്ഞേക്കും. അജയന് അത്തരമൊരു യാത്രയോ ആ രാത്രിയോ പറഞ്ഞാൽ കൂടി ഓർമ്മയിലെത്തണമെന്നുമില്ല. അയാൾ അവധിക്ക് വന്നപ്പോൾ തറവാട്ടിലെ ആൺകുട്ടികളെയും കൂട്ടി പതിവ് പോലെ കറങ്ങാൻ പോയത് മാത്രമായിരിക്കും. പാകമില്ലാത്ത ഷർട്ടും നരച്ച നിക്കറുമിട്ട മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ തൻ്റെ ഇടം കൈയിൽ മുറുകെ പിടിച്ച് കൂടെ നടന്നിരുന്നെന്ന് അജയൻ ഓർക്കുന്നുണ്ടാവില്ല. ആ പയ്യനാവട്ടെ അതൊരിക്കലും മറക്കാനുമാവില്ല. അജയേട്ടൻ പിന്നെയും ചോദിച്ചു, നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെ എന്തിന് ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ചു? അവൾ അത്രയ്ക്ക് ചാമിങ് ആണോ? നിന്നെ ഒറ്റ കാഴ്ചയിൽ തന്നെ മോഹിപ്പിക്കും വിധം? വിപിന് കിണറ്റുപടിയിലിരുന്ന് നിസ്സഹായതയോടെ തലവാട്ടി. എനിക്കറിയില്ല അവൾ അത്രയ്ക്ക് സുന്ദരിയാണോന്ന്. നല്ല മുടിയും മൂക്കും വൃത്തിയുള്ള വിരലുകളുമുള്ള മെലിഞ്ഞ ഒരു സ്ത്രീ, അത്രയേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ അജയനെന്നല്ല ആരും അതറിയണമെന്ന് വിപിനൻ ആഗ്രഹിച്ചില്ല. മുഴുവൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു പെണ്ണിന് വേണ്ടിയാണ് താൻ അമ്മയെ വിഷമിപ്പിക്കുന്നതെന്നറിഞ്ഞാൽ അവർ പരിഹസിക്കും. എനിക്ക് പെണ്ണ് കണ്ടു നടക്കാനൊന്നും കണ്ട വീട്ടിൽ നിന്നല്ല ചായ കുടിക്കാനും ഇഷ്ടമായിരുന്നില്ല ചേട്ടാ. ഒരിക്കൽ മാത്രം ഒരിടത്ത് മാത്രമേ പോകുന്നു നിശ്ചയിച്ചിരുന്നു, അതാ. വിപിന് ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അജയൻ പൊട്ടിച്ചിരിച്ചു. അടുക്കളയിൽ നിന്ന് പിന്നെയും പലതരം വർത്തമാനങ്ങൾ നീണ്ടു വരുന്നുണ്ടായിരുന്നു. എല്ലാം രത്നമേഖലയെയും ഈ കല്യാണത്തെയും കുറ്റപ്പെടുത്തുന്നതായിരുന്നെങ്കിലും വിപിനൻ അതിൽ നിന്ന് നിരുപാധികം ഒഴിവാക്കപ്പെട്ടിരുന്നു. വശീകരണമെന്നും വടക്കോട്ടുള്ള പെണ്ണുങ്ങളുടെ അതിസാമർഥ്യമെന്നും തലയിലെഴുത്തുമെന്നതൊക്കെ പലതരം നിഗമനങ്ങളിലേക്ക് അവർ അക്കുകൾക്കിടയിൽ ഒറ്റക്കാലിൽ കളം ചാടിക്കുന്നത് പോലെ സമർത്ഥമായി എടുത്തു ചാടിക്കൊണ്ടിരുന്നു. അങ്ങനെ വിപിനൻ സ്വന്തം ഇഷ്ടത്തിന് വാശി പിടിച്ച് നടത്തുന്ന കല്യാണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവിടുന്ന് കഷ്ടിച്ച് 10-40 കിലോമീറ്റർ
വടക്കുദിക്കുള്ള രത്നമേഖലയുടെ മാത്രം തലയിലായി. വിപിനന്റെ അസ്വസ്ഥത കണ്ട് അജയൻ ഇത് തന്നെ ശരിയാക്കാം, നീ വാ എന്ന് പറഞ്ഞ് വിപിനെ എഴുന്നേൽപ്പിച്ച് കുളക്കരയിലേക്ക് നടന്നു. അതിൻ്റെ ഇടിഞ്ഞുപൊളിഞ്ഞ പടവുകളിൽ അവരിരുന്നു. ആരും ഇപ്പോൾ കുളിക്കാനൊന്നും വരാറില്ലെന്ന് തോന്നുന്നു. വെള്ളം പച്ച നിറത്തിൽ പായൽ മൂടി അനക്കമറ്റി കിടന്നു. വിപിനിൻ്റെ കൗമാരത്തെ ജീവനുള്ളതാക്കിയതിൽ ഈ കുളത്തിനും പരിസരങ്ങൾക്കും ചെറിയ പങ്ക് തീർച്ചയായുമുണ്ട്. അജയേട്ടനും അത്ര ഓർമ്മകൾ ഉണ്ടാവാതിരിക്കില്ല. അന്നിത് സജീവമായിരുന്നു. തറവാട്ടിലെ പെണ്ണുങ്ങൾ മാത്രമല്ല, കിണറുകളിലൊക്കെ വെള്ളം താഴുന്ന വേനൽക്കാലങ്ങളിൽ പുഴ വരെ നടക്കാൻ മടിക്കുന്ന അയൽപക്കങ്ങളിലെ പെണ്ണുങ്ങളും ഇവിടെ കുളിക്കാനെത്തുമായിരുന്നു. സ്ത്രീകൾക്ക് ശബ്ദം താഴ്ത്തി രഹസ്യം പറയാൻ അറിയാത്തതിൻ്റെ കാരണം നിനക്കറിയുമോ എന്നാണ് അജയൻ ആദ്യം ചോദിച്ചത്. വിപിനൻ അമ്പരന്നു. എപ്പോഴും അടുക്കളക്കകത്ത് ജീവിക്കുന്നതുകൊണ്ട് എന്തുമാത്രം ഒച്ചകളാണ് അടുക്കളയിൽ. ഒരു ദിവസം അതിനകത്തിരുന്ന് നോക്ക്, നിന്റെ ചെവി അടച്ചു പോകും. എനിക്കൊരിക്കലും അടുക്കളക്കകത്തെ ജീവിതം സങ്കല്പിക്കാൻ പോലും വയ്യ. ഹോറിബിൾ. പാത്രങ്ങളുടെ കലപ്പില, കുക്കറിൻ്റെ വിസിൽ, അടുപ്പിൻ്റെ ചീറ്റ, ചീനച്ചട്ടിക്കകത്തെ പൊട്ടൽ. എൻ്റെ അമ്മ എപ്പോഴും അടുത്തു വന്ന് പടക്കം പൊട്ടുന്ന ഒച്ചയിലാണ് മിണ്ടുക. അതിന് കാരണം തിരിഞ്ഞുപോയി ഞാൻ മനസ്സിലാക്കിയതാണിത്. ആ ഒച്ചകളെയൊക്കെ മറികടക്കാൻ അവർക്ക് ഉറക്കെ പറഞ്ഞാലേ മതിയാവൂ. പിന്നെ അത് ശീലമാവും. ഇപ്പം തന്നെ നോക്ക്, അവരവിടെ രഹസ്യം പറയുന്നതാണ്. നീയോ ഞാനോ കേൾക്കാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾ അടുക്കളയ്ക്കടുത്ത് ഉണ്ടെന്നറിയുന്നതുകൊണ്ട് നമ്മൾ കേൾക്കാതിരിക്കാൻ കൂടുതൽ അടക്കി പിടിച്ച് പറയുന്നതാ. പക്ഷേ ഒരു വാക്കുപോലെ നമുക്ക് മിസ്സായിട്ടില്ല. നീ അതൊന്നും കേട്ടിട്ടില്ല എന്നങ്ങ് വിചാരിച്ചേ വിട്ടുകള. നാളെ കല്യാണമായി അമ്മയെയും ഭാര്യയെയും അന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ ഇനിമേൽ നിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. വിപിനെ നിരാശയോടെ തല കുനിച്ചിരുന്നു. അവൻ്റെ അമ്മ ഉൾക്കരുത്തുള്ള സ്ത്രീയാണെന്ന് അവനറിയാം. പക്ഷേ എല്ലായിടത്തും അവർക്ക് തല കുനിച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നു. അതിൻ്റെ സമ്മർദ്ദങ്ങൾ അവർക്കുള്ളിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ വിങ്ങി നിൽക്കുന്നുണ്ടാവും. നാളെ വരാൻ പോകുന്ന പെൺകുട്ടി ഏത് സ്വഭാവക്കാരിയായിരിക്കും? കലാപത്തിന് തയ്യാറായി നിൽക്കുന്ന അമ്മയോട് പൊരുത്തപ്പെടാൻ അവൾക്ക് സാധിക്കുമോ? അവൾക്കുള്ളിലും ഇത്തരം അസ്വസ്ഥതകളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിലോ? വിപിനെ തല പുകഞ്ഞു. നീ വിഷമിക്കണ്ട, ഇതൊക്കെ സ്വാഭാവികമാണ്. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ചില്ലുതരികൾ തേച്ച് പിടിപ്പിച്ച പട്ടത്തിൻ്റെ ചരട് പോലാണ്. പട്ടം കാണാൻ ഭംഗിയുണ്ട്, ഉയർന്നു പറക്കുന്നത് നമ്മൾ നോക്കി നിൽക്കും. പക്ഷേ എങ്ങാനും ആ ചരട് കയ്യിലോ കഴുത്തിലോ കുരുങ്ങിയാൽ തീർന്നു. അതിന് ശ്രദ്ധ വേണം, ആകാശത്ത് വെച്ച് പട്ടം മുറിഞ്ഞു വീഴാതിരിക്കാൻ. അങ്ങനെ വീണാൽ അപ്പോഴും തീർന്നു. അജയൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിപിനിൻ്റെ തോളത്ത് തട്ടി. എപ്പോഴും ജാഗ്രത വേണം വിപിന, ഭയന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആനന്ദമുണ്ടാവില്ല, പേടിക്കാനേ സമയമുണ്ടാവൂ. അതാണ് ഞാൻ ഇതിലൊന്നും കുടുങ്ങാത്തത്. അജയേട്ടൻ വിവാഹം കഴിക്കാത്തതിലുള്ള വേവലാതി വിശാലത വല്യമ്മയ്ക്ക് കലശലായുണ്ടെന്ന് അമ്മ പറഞ്ഞ് വിപിനറിയാം. വിവാഹം കഴിക്കാത്തതുമല്ല യഥാർത്ഥ പ്രശ്നം, ധാരാളം സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കുന്നത്രേ. ലിവിങ് ടുഗദർന്നോ ഒക്കെ പേരും പറഞ്ഞു ഓരോരുത്തരുടെ കൂടെ താമസിക്കുന്നു. ആരെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ മര്യാദയ്ക്ക് താലി കെട്ടി കുടുംബമായിട്ട് കഴിഞ്ഞുകൂടെ എന്നാണ് വല്യമ്മ ചോദിക്കുന്നത്. ആവുന്ന കാലത്ത് ഭാര്യയും കുട്ടികളും ഒന്നുമില്ലാതെ കറങ്ങി നടന്നാൽ വയ്യാതാവുമ്പോൾ എന്താവും കഥ? ആരോ ഉണ്ടാവുക നോക്കാൻ? ഇപ്പോൾ പണവും ചെറുപ്പവും സൗന്ദര്യം കണ്ട് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ പിന്നാലെ വരും. സന്തോഷി എന്ന ഏതോ സ്ത്രീക്കൊപ്പമായിരുന്നത്രേ അജയേട്ടൻ കുറച്ചു കാലം. അന്ന് വല്യമ്മയ്ക്കായിരുന്നു സങ്കടം. ഇപ്പോൾ അവൾ പോയിരിക്കുന്നു. ജയൻ ഒറ്റയ്ക്കായല്ലോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വല്യമ്മയ്ക്ക് സങ്കടം. വല്യമ്മയുടെ പരിതാപനങ്ങൾ അമ്മയെയും സങ്കടപ്പെടുത്തുന്നത് വിപിനൻ കാണാറുണ്ട്. അജയേട്ടൻ വിവാഹം കഴിക്കുകയില്ലെന്നാണോ? സാധ്യതയില്ലടാ. സ്വന്തം ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ എനിക്ക് പ്രണയവും രതിയും വേണം, പക്ഷേ വിവാഹം വേണ്ട. വിവാഹം ഒരു വില കുറഞ്ഞ ഒത്തുതീർപ്പാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലുള്ള ഏത് ബന്ധത്തിലും സത്യസന്ധത കുറവായിരിക്കും. സ്നേഹം തുടക്കത്തിലുണ്ടാവും, യഥാർത്ഥത്തിൽ അത് സ്നേഹമല്ല, പുതുമയോടുള്ള ശീലിച്ചതിന് വെളിയിലുള്ളതിനോടുള്ള കൗതുകം മാത്രമാണ്. പെട്ടെന്ന് അത് തീർന്നു പോകും. എല്ലാ സ്ത്രീകളും സ്വന്തം ഭർത്താക്കന്മാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് വിപിന. എൻ്റെ അമ്മയും നിൻ്റെ അമ്മയുമൊക്കെ എത്ര തവണ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യില്ലായിരിക്കും. സ്നേഹം കൊണ്ടല്ല, അതിന് സാമൂഹികമായ കാരണങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ചും. അജയൻ ഉറക്കം ചിരിച്ചപ്പോൾ വിപിനെ അയാൾ തമാശയായാണോ കാര്യമായാണോ പറയുന്നതെന്ന് സന്ദേഹമായി. ക്ഷമിക്കടാ, നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരുത്തനോട് പറയേണ്ടതല്ല എൻ്റെ ഈ ഫിലോസഫി എന്നറിയാം. നീ ഭയപ്പെടേണ്ട. ഭൂരിപക്ഷം പേരും കല്യാണമൊക്കെ കഴിച്ച് അതാണ് സ്വാഭാവികമെന്ന് കരുതി അങ്ങ് ജീവിച്ചു പോയിക്കോളും. അതിനുള്ളിൽ എന്താണെന്നൊന്നും ആരും അറിയില്ല. ചിലപ്പോൾ ജീവിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവണമെന്നില്ല. ഇതല്ല യഥാർത്ഥമായ ആനന്ദമെന്ന്. അവരതൊരിക്കലും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. അങ്ങനെയൊന്നും ഉണ്ടെന്ന് അവർക്കറിയുകയുമില്ല. ഉണ്ടെന്ന് പറയുന്ന എന്നെ പോലുള്ളവരെ വിഡ്ഢിത്തം പറയുകയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യും.
വിപിനൻ ഓർത്തത് തനിക്കൊരിക്കലും അജയേട്ടനെ പോലെയാകാൻ പറ്റില്ല എന്നായിരുന്നു. തനിക്ക് കുടുംബം വേണം, അതിൻ്റെ സുരക്ഷിതത്വവും സന്തോഷങ്ങളും വേണം. ശരീരത്തിൻ്റെ ആനന്ദങ്ങളും ഉത്സവങ്ങളുമല്ല, പരസ്പരം കരുതലും സ്നേഹവും പരിഗണനയുമുള്ള കുടുംബത്തിൻ്റെ തണലാണ് തനിക്ക് മുഖ്യം. അതിനെന്തൊക്കെ കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടായിക്കൊള്ളട്ടെ, അത് കൂടിയേ തീരൂ. വിവാഹത്തെക്കുറിച്ച് വിപിനൻ തന്നെ അമ്മയോട് അങ്ങോട്ട് പറയുകയായിരുന്നു. കുടുംബത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അതിൻ്റെ സുരക്ഷിത അനുഭവിച്ചല്ല വിപിനൻ വളർന്നത്. തറവാട്ടിലെ ഏതെങ്കിലും അംഗങ്ങളുടെ വീട്ടിൽ പ്രസവം, കുളിമുറിയിൽ തെന്നി വീണ് കാലൊടിയൽ തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം കണക്കിന് അമ്മ അവിടെ പോയി നിൽക്കേണ്ടി വരും. വിനോദിനെ ഒന്ന് സഹായത്തിന് വരൂ എന്ന് വിളിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് പോകാതെ വയ്യ. മെറൂൺ നിറമുള്ള റെക്സിൻ തോൾബാഗിൽ 2-3 ജോഡി വസ്ത്രങ്ങൾ നിറച്ച് അമ്മ പോയ കാര്യം വിപിന് സ്കൂൾ വിട്ടു വരുമ്പോഴേ അറിയൂ. കോണിക്കൂട്ടിലെ കുഞ്ഞുമുറിയിൽ ഒറ്റയ്ക്കുറങ്ങാൻ അവന് പേടിയാവും. ഭക്ഷണ സമയങ്ങളിൽ അടുക്കളയിൽ ചെന്നാൽ അവനൊരു കിണ്ണവും ആവശ്യത്തിന് ഭക്ഷണവും കിട്ടും. പക്ഷേ ഒരു ദിവസം മുഴുവൻ ചെന്നില്ലെങ്കിലും ആരും അന്വേഷിച്ചു വരില്ല. അവന് വേണ്ടി ഭക്ഷണം എടുത്തു വയ്ക്കില്ല. അമ്മ തിരിച്ചു വരുവോളം അവൻ കൂടുതൽ അനാഥനും ദരിദ്രനുമാകും. തൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത്. അവൻ അവരെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കും. നിനക്കറിയോ, എൻ്റെ ഒപ്പം ഒരു രാത്രി ചെലവഴിക്കാനാണ് സന്തോഷി വന്നത്. പക്ഷേ ഞങ്ങളൊന്നിച്ച് 2 വർഷങ്ങൾ കഴിഞ്ഞു. 2 പേര് പരസ്പരം പൂർണ്ണമായി പകർന്നു കൊടുത്തു. കിട്ടിയതിനും കൊടുത്തതിനും കണക്കുകൾ സൂക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനത്തോടെ സൗഹൃദത്തോടെ പിരിയാനും സാധിക്കുന്നു. വിവാഹ ജീവിതത്തിലോ പിരിയണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളാണ്, കണക്ക് പറച്ചിലുകളാണ്. പ്രണയത്തിൽ മാത്രം ഉറപ്പിച്ച ഒരു ബന്ധത്തിന് അങ്ങനെ കണക്കുകൾ ഉണ്ടാവില്ല വിപിന. അത് സ്വയം മറ്റൊരാളിലേക്ക് കോരിച്ചൊരിയലാണ്. നമ്മളില്ലാതാവുന്നിടത്തോളം നമ്മളെ കൊടുക്കലാണ്. നമ്മളല്ലാതാവുന്നത്രയും മറ്റൊരാളാൽ നിറയലാണ്. അജയൻ്റെ ശബ്ദമുയർന്നു. അയാളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. എന്നിട്ടും അജയനെ വിട്ട് അവൾ പോയില്ലേ എന്ന ചോദ്യത്തിലൂടെ വിപിനൻ അയാളെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർത്തി. അജയൻ ഉറക്കെ ചിരിച്ചു. ഞാൻ കുറച്ചധികം വികാരഭരിതനായോ? സോറി. എൻ്റെ പ്രണയങ്ങളെക്കുറിച്ചും പ്രണയിനിമാരെപ്പറ്റിയും പറയുമ്പോഴൊക്കെ ഞാനിതങ്ങനെ ആവാറുണ്ട്. അവർ പോകുന്നവരെ ഒരിക്കലും തടയരുതെന്നാണ് എൻ്റെ നിശ്ചയം. ചിലപ്പോൾ തിരികെ വന്നേക്കാം, വന്നില്ലെന്നും വരാം. രണ്ടും എന്നെ സംബന്ധിച്ച് ഒരേപോലെയാണ്. തിരികെ വന്നാൽ പുതിയ ഒരുവളെ എന്ന വണ്ണം ഞാൻ അവളെ സ്വീകരിക്കും. അങ്ങനെയല്ല പറയേണ്ടത്. ഞങ്ങൾ പരസ്പരം സ്വീകരിക്കും. പരിചയം കൊണ്ടുണ്ടായ മടുപ്പും വെറുപ്പുമൊക്കെ കുടഞ്ഞു കളഞ്ഞ് പുതുതായി വീണ്ടും. കുളത്തിലേക്ക് ചെറിയ കല്ലുകളെറിഞ്ഞ് അതിനെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് അജയൻ വിപിനോട് ഇങ്ങനെ പലതും സംസാരിച്ചു. മിക്കതും വിപിന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ പറയുന്നത് അജയനായതുകൊണ്ട് അവൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ നീ ഒരു ചെവിയിലൂടെ കേട്ട് ചെവിയിലൂടെ കളയൂ. ഇതൊന്നും നിനക്ക് ഒരു തരത്തിലും ഉപകരിച്ചെന്ന് വരില്ല. എൻ്റെ ജീവിതമല്ല നീ ജീവിക്കാൻ പോകുന്നത്. നാളെ അവൾ വരും. അവളെ സ്നേഹിച്ചു തുടങ്ങും മുമ്പേ നിങ്ങൾക്കിടയിൽ സെക്സ് സംഭവിക്കും. അറേഞ്ച്ഡ് മാരേജുകൾക്കുള്ള കുഴപ്പമാണിത്. പരസ്പരം കുറച്ചെങ്കിലും അറിയും മുമ്പേ ശരീരങ്ങൾ മാത്രം പരിചയപ്പെടുകയാണിത്. മനസ്സില്ലാത്ത വെറും ശരീരങ്ങൾ, തീർത്തും യാന്ത്രികമായി ബന്ധപ്പെടൽ. അങ്ങനെ അവതരിക്കാൻ ശ്രദ്ധിക്കൂ. കിടക്കറയിലെ ഏറ്റവും വലിയ ആനന്ദം രതിമൂർച്ചയല്ലെന്നും രതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയും കാത്തിരിക്കുക വയ്യെന്ന് തോന്നുന്ന നിമിഷത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെല്ലുക. ആ നിമിഷത്തിലും ആരംഭിക്കരുത്. അതിനും അപ്പുറത്തെ നിമിഷത്തിലേക്ക് കടക്കാൻ കെൽപ്പുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക. എന്നിട്ട് മാത്രം ആരംഭിക്കുക. അതിനിടയിൽ നിങ്ങൾ 2 പേർക്കും തയ്യാറെടുക്കാനുള്ള സമയം കിട്ടുന്നു. വൈകാരികമായ അടുപ്പവും ഇഷ്ടവും ഉണ്ടാകുന്നു. ചിലപ്പോൾ ദിവസങ്ങളെടുത്തേക്കാം. പക്ഷേ ആ കാത്തിരിപ്പ് നിനക്ക് തരുന്ന ആനന്ദം യഥാർത്ഥ വേഴ്ചയ്ക്ക് പോലും തരാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ചിലപ്പോൾ ധൃതിയെയും വേഗത്തെയും ഒക്കെ നിയന്ത്രണ വിധേയമാക്കി സെക്സിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കത് മണിക്കൂറുകൾ, ചിലപ്പോൾ രാത്രി മുഴുവൻ ആനന്ദകരമായി ദീർഘിപ്പിക്കാനും പറ്റിയേക്കും. വിപിനിൽ ലജ്ജ തോന്നി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവന് സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് കുറേയൊക്കെ അവൻ്റെ ശരീരം തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീക്കൊപ്പം അതെങ്ങനെയാണെന്ന് ധാരണയുണ്ട്. പക്ഷേ അതൊക്കെ വായിച്ചും കണ്ടുമുള്ള അറിവുകളാണ്. യഥാർത്ഥത്തിൽ അതെങ്ങനെയെന്ന് പരീക്ഷിക്കാൻ 27-ാം വയസ്സിലും വിപിന് ധൈര്യം വന്നിട്ടില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. നാളെ കല്യാണം കഴിയുന്നതോടെ നിഗൂഢമായൊരു ലോകം അവന് മുൻപിൽ അനാവൃതമാകുകയാണ്. ഉച്ചനേരത്ത് വെപ്പ് പണിക്കാരാരോ അടുപ്പ് കൂട്ടേണ്ടതിനെ പറ്റിയും ടാർപോളിൻ കെട്ടേണ്ടതിനെ പറ്റിയും ഒക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വിപിനെ തിരഞ്ഞെടുത്ത് എത്തുന്നത് വരെ 2 പേരും അവിടെ ഇരുന്നിട്ടുണ്ടാവും. വിപിന് അവിടെ നിന്ന് എണീക്കണമെന്നേ തോന്നുന്നില്ലായിരുന്നു. അജയൻ പറഞ്ഞതെല്ലാം അവനെ ഉത്തേജിതനാക്കി. കുളപ്പുരയിലേക്ക് വരുമ്പോഴുണ്ടായിരുന്ന നിരാശ അവനിൽ നിന്ന് ഓർന്നു വീണു. കുറച്ചുകൂടി പ്രതീക്ഷയുള്ളവനാകണമെന്ന് വിപിന് തോന്നി. എന്നിട്ടും എന്തുകൊണ്ടോ തനിക്കൊരിക്കലും നല്ലൊരു ഭർത്താവാകാൻ പറ്റില്ലെന്ന വിചിത്രമായ തിരിച്ചറിവിൽ വിപിൻ അജയൻ എണീറ്റ് പോയി കഴിഞ്ഞു ആ മരിച്ച കുളത്തിലേക്ക് നോക്കി ഏറെ നേരം നിശ്ചലനായിരുന്നു. കഥ തുടരും.